ഞാൻ എറണാകുളം നിർവ്വാണ ഗ്രൂപ്പിലെ അംഗമാണ്. ഇങ്ങനൊരു വിഷയം സംസാരിക്കാൻ വേണ്ടി എന്നെ ക്ഷണിച്ചതിന് ശരിക്കും ഷിബുവിനും ഉണ്ണിക്കൊക്കെ നന്ദി പറയുന്നു. പണ്ടൊരു ടീച്ചറിൻ്റെ അടുത്ത് കുട്ടിയെന്ന് പറഞ്ഞെന്ന് പറയാറുണ്ട്. ടീച്ചർ ഞങ്ങളോട് നല്ല താങ്ക്സ് പറയണം. അപ്പോൾ ടീച്ചർ എന്തിനാ ചോദിച്ചപ്പോൾ ഞങ്ങളുള്ളതുകൊണ്ടല്ലേ ടീച്ചർക്ക് പഠിപ്പിക്കാൻ പറ്റിയ എന്ന് ചോദിച്ച പോലെ. അപ്പോൾ എല്ലാവരോടും ഒരു വലിയ നന്ദി പറഞ്ഞുകൊണ്ട് നമ്മളെ ഞാൻ ആരംഭിക്കുകയാണ്. ഹാൾട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ ആയിട്ടുള്ള ആളുകൾക്ക് അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമല്ല. തുടക്കക്കാരെ സംബന്ധിച്ച് മാത്രമേ ഞാൻ പറയുന്നത് കേൾക്കാമല്ലോ അല്ലേ ഉണ്ണി? കേൾക്കാൻ പറ്റുന്നുണ്ടോ അല്ലേ? ക്ലിയർ ആണ് ചേട്ടാ, ക്ലിയർ ആണ്. താങ്ക് യു. തുടക്കക്കാരെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമാണത് ഈ ഹോൾട്ട് എന്ന് പറയുന്നത്. വലിയ ആളുകളെ സംബന്ധിച്ച് അത്ര പ്രസക്തമല്ലത്. അതുകൊണ്ട് അവർക്കത് ബോറടിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. ഹാൾട്ട് എന്ന് പറയുന്നത് എന്താണ് HALT എന്ന് പറയുന്ന അക്ഷരങ്ങൾ തന്നെയാണ്. HALT ഹാൾട്ട്, അത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. നമ്മൾ ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മുടെ ബിഗ് ബുക്കും നമ്മുടെ ഡെയിലി ഉള്ള അല്ലെങ്കിൽ വീക്ക്ലി ഒക്കെ ഉള്ള നമ്മൾ ഇടയ്ക്ക് പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളും നമ്മുടെ മറ്റ് ലിറ്ററേച്ചറുകളും നമ്മുടെ സീനിയേഴ്സും അല്ലെങ്കിൽ നമ്മുടെ ഒപ്പം സഞ്ചരിക്കുന്നവരുമായിട്ടുള്ള നമ്മുടെ സഹവാസങ്ങളും നമ്മുടെ ആശയവിനിമയവും നമ്മുടെ പ്രാർത്ഥനയും ഇതൊന്നും അല്ലാതെ നമ്മളെ മദ്യപാനത്തിൽ നിന്ന് കരകയറ്റി നിർത്താൻ സഹായിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഇതൊന്നും അല്ലാതെ നമ്മുടെ ലിറ്ററേച്ചർ, നമ്മുടെ മീറ്റിംഗ്, നമ്മുടെ ബിഗ് ബുക്ക്, നമ്മുടെ സീനിയേഴ്സ്, നമ്മുടെ സ്പോൺസർ, നമ്മുടെ സഹവാസങ്ങള്, നമ്മുടെ പ്രാർത്ഥന, ഇതൊന്നും അല്ലാതെ നമ്മളെ നിലനിർത്തുന്ന ചില ടെക്നിക്കുകൾ, ചില ട്രിക്കുകൾ, നമ്മൾ ഇതിനെ സഹായിക്കുന്ന അതൊക്കെ തന്നെയാണ് പ്രധാനം. പക്ഷെ അതൊന്നും അല്ലാതെ നമ്മളെ സഹായിക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില കാര്യം ഇപ്പൊ എല്ലാത്തിനും ഉണ്ട്. നമ്മുടെ പറയുന്നത് നമുക്കറിയാം. അത് H സ്റ്റാൻഡ്സ് ഫോർ ഹങ്കർ. വിശപ്പ്. നമ്മൾക്ക് തുടക്കത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു ടെക്നിക്കാണ് വിശക്കാതിരിക്കുക. പിടിച്ചു നിൽക്കാനുള്ളതോടൊപ്പം തന്നെ വേറൊരു കാര്യമുണ്ട്, ഇവിടെ വീഴാതിരിക്കാനുമുള്ള ടെക്നിക്കുകളാണിത്. പിടിച്ചു നിന്ന് കഴിഞ്ഞിട്ട് ഞാൻ 2 വർഷം വീണിട്ടുള്ള ആളാണ്. വീണിട്ടുള്ളതായത് കൊണ്ട് ഇപ്പം എത്ര വർഷമായി? 9 വർഷത്തിലേക്ക് എത്തുകയാണ് ആൽക്കഹോളിക്സിനെ പരിചയപ്പെട്ടിട്ട്. പക്ഷെ യാത്ര തുടങ്ങിയിട്ട് പക്ഷേ ഇടയ്ക്ക് 2 പ്രാവശ്യം വീണു. ഈ 2 പ്രാവശ്യം വീണതിൻ്റെ അകത്ത് ഈ ഹാൾട്ടിന് പ്രസക്തി ഉണ്ട്. രണ്ടാമത്തെ വീഴ്ചയിൽ എന്തായാലും ഹാൾട്ടിന് പ്രസക്തിയുണ്ട്. അകത്ത് ഞാൻ അത്രത്തോളം പറയുന്നില്ലെങ്കിലും ആദ്യത്തിൻ്റെ അകത്ത് ഈ വിശപ്പ് എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. ഹാൾട്ടിൽ H എന്ന് പറയുന്നത് വിശപ്പിന് വേണ്ടി, വിശപ്പാണ്. നമ്മൾ വിശന്നിരുന്നാൽ നമുക്ക് മദ്യപിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും. അത് ശാസ്ത്രീയമായിട്ടും തെളിയിച്ചിട്ടാണ്. എംപ്റ്റി സ്റ്റൊമക്ക് ആണെങ്കിൽ, നമുക്ക് വയറ്റിലൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മദ്യപിക്കാനുള്ള താല്പര്യം തോന്നും. നമുക്ക് വയറ്റിലൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമുക്ക് മദ്യം വയറ്റിലോട്ട് ചെല്ലുമ്പം നമുക്ക് ഇത്തിരി കൂടി ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം തോന്നും. അല്ലെങ്കിൽ നമുക്ക് എന്തായാലും തോന്നും. അത് ഒരു സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പൊ അത്രയോളം വളരെ ലളിതമാണ്. നമ്മൾ മദ്യത്തിൽ നിന്ന് ആദ്യകാലത്ത് മാറി നിൽക്കുന്ന ആളുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക. വയറ് ഇങ്ങനെ നിറഞ്ഞിരിക്കും. കുറച്ച് വളരെ തടിയുള്ള ആളാണെങ്കിലും ഡോക്ടറോട് നമ്മൾ പറയുകയാണെങ്കിലും അത് മൈൻഡ് ചെയ്യേണ്ട. തടി കൂടിനെ കുടിക്കൂടെ, അതിന് നമുക്ക് വേറെ എന്തെങ്കിലും ചികിത്സകളൊക്കെ പിന്നീട് ചെയ്യുമോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുമൊക്കെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മൾ എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കുക, അതാണ് H എന്ന് പറയുന്നത്. വയറ് വിശന്നിരിക്കരുത്. വയറ് വിശന്നിരുന്നാൽ മദ്യപിക്കാനുള്ള ഒരു ചെറിയ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ സാധ്യത അങ്ങോട്ട് അടയ്ക്കുക. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തത്
പ്രധാനപ്പെട്ട, ആദ്യത്തെ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ്. ആദ്യത്തെ ശരീരമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ രണ്ടാമത്തെ നമ്മുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട ഒരു സാധനമാണ്. എച്ച് കഴിഞ്ഞ അടുത്തത് ഹാൾട്ടിലെ എ ആണ്. എ എന്ന് പറയുന്നത് നമ്മൾ ആങ്കർ എന്നാണ് പറയുന്നത്. ആങ്കർ, ദേഷ്യം. അതിന് തന്നെ എച്ചിന് നമുക്ക് ആർഗ്യുമെന്റ് എന്നും പറയാം. നമുക്ക് ദേഷ്യം വന്നാൽ നമുക്ക് മദ്യപിക്കാനുള്ള സാധ്യത കൂടും. ദേഷ്യം വന്നു കഴിയുമ്പോൾ നമുക്ക് കുടിക്കണം തോന്നും. നമ്മൾ പുറകോട്ട് ആലോചിക്കുമ്പോഴും, ഞാൻ എൻ്റെ ജീവിതത്തിൽ പുറകോട്ട് ആലോചിക്കുമ്പോഴും, ഞാൻ സന്തോഷം ഏറ്റവും കൂടുതൽ വരുമ്പോഴും മദ്യപിച്ചിരുന്നു, എനിക്ക് ദേഷ്യം വരുമ്പോഴും മദ്യപിച്ചിരുന്നു. ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മദ്യപിച്ചിരുന്നത് ദേഷ്യം വന്നിരുന്ന സമയത്ത്, സന്തോഷത്തെക്കാളും. ദേഷ്യം വരും മദ്യപിച്ചിട്ട് ഞാൻ ഒരു തവണ, നമ്മൾ പല കാര്യങ്ങൾ ചെയ്യും. ഞാൻ ഒരു തവണ 2 പ്രാവശ്യം അമിത വേഗതയിൽ വണ്ടി ഓടിച്ചോണ്ട് ഇടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെറിയ ഗ്രാമീണ റോഡുകളിലൂടെ ഒക്കെ 90-ലും 80-ലും 90-ലും 100-നും ഒക്കെ ഞാൻ വാഹനം ഓടിച്ചിട്ടുണ്ട്. ഒരു തവണ ഞാൻ എൻ്റെ കുടുംബത്തെ വെച്ച് ഓടിച്ചിട്ടുണ്ട് വണ്ടി. മദ്യപിച്ചിട്ടില്ല കേട്ടോ, മദ്യപിക്കാത്ത. കാരണം ദേഷ്യം അതിന്റെ അങ്ങേയറ്റത്തായിരുന്നു. ദേഷ്യത്തിന്റെ മൂർച്ചയിൽ. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ എൻ്റെ ഭാര്യയുമായി വണ്ടിയിൽ ഇരുന്ന് വഴക്കുണ്ടായതാണ്. എൻ്റെ ദേഷ്യത്തിന്റെ മൂർച്ചയിൽ ഞാൻ ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമീണ റോഡുകളിലൂടെ 90-ലും 95-ലും 100-ലും ഒക്കെ ഇത് എവിടെയെങ്കിലും ഇടിക്കട്ടെ. കാരണം അതിനുള്ള വിവേകം എനിക്ക് നശിച്ചുപോയി ദേഷ്യം കൂടി കഴിഞ്ഞപ്പോൾ. എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ വണ്ടിയിലുണ്ട് ആ സമയത്ത്, പക്ഷെ ഇടിച്ചില്ല. ആ ദൈവത്തിന്റെ ഒരു കാര്യത്തിൽ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് അതുപോലെ തന്നെ അപകടമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ സന്തോഷിച്ചിട്ടുള്ള സന്ദർഭങ്ങളെക്കാൾ കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങൾ ഞാൻ മദ്യപിച്ചിട്ടുണ്ട്. അപ്പൊ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ദേഷ്യം വരുന്ന സാഹചര്യങ്ങൾ എങ്ങനെ ഒഴിവാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി കണ്ടെത്തുന്ന സാഹചര്യങ്ങളിൽ പിൻവാങ്ങുക. പിന്നെ നമ്മുടെ ഭാഗം റൈറ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ അമിതമായി ശ്രമിക്കാതിരിക്കുക. അതാണ് ഈ രണ്ടാമത്തെ ആർഗ്യുമെന്റ് എന്ന് പറയുന്നത്. എ സ്റ്റാൻഡ്സ് ഫോർ ആങ്കർ ആൻഡ് ആർഗ്യുമെന്റ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് പേരിൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു പ്രിൻസിപ്പിളാണ്. ആൽക്കഹോളിക്സ് ആർ വെരി പുവർ ഇൻ ആർഗ്യുമെന്റ്. നമുക്കൊരു കാര്യം വസ്തുനിഷ്ഠമായിട്ട് പറഞ്ഞ് ഫലിപ്പിച്ച് വാദിച്ച് ജയിക്കാനുള്ള കഴിവ് ആൽക്കഹോളിക്സിന് വളരെ കുറവാണ്. നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക്, എനിക്ക് തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ എൻ്റെ ഭാഗത്ത് 100% ശരിയായിരിക്കും. പക്ഷെ അതിനെ ലോജിക്കലായിട്ട് ആർഗ്യൂ ചെയ്ത് ശാന്തമായി, വൈകാരിക ശാന്തതയോടെയും സൗമ്യതയോടെയും അത് വാദിച്ച് ജയിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഒരിക്കലും. പലരും അതേ അനുഭവം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ ഇവിടെ വായിച്ചിട്ടുമുണ്ട്, ആൽക്കഹോളിക്സ് ആർ വെരി പൂർ ഇൻ ആർഗ്യുമെന്റ് എന്ന്. നമുക്ക് വാദിച്ച് ജയിക്കാനുള്ള ഒരു കഴിവ് വളരെ കുറവാണ്. നമ്മൾ പെട്ടെന്ന് ചിലപ്പോൾ ദേഷ്യത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഞാനൊക്കെയാണ് സെൽഫ് പിറ്റിയിലേക്ക് പോകും. ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ട് എന്താണ് ഇവരിങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഞാൻ പിൻവാങ്ങും ഇതിൽ നിന്ന്. പക്ഷെ ഈ പിൻവാങ്ങുന്നതൊക്കെ ദേഷ്യത്തിലും നിരാശയിലും ഡിപ്രഷനിലും വിഷാദത്തിലും ഒക്കെ ചെന്നാണ് ഈ പിൻവാങ്ങുന്നത്. അത് ജയിക്കാനാകാത്തതിന്റെ വലിയ നിരാശയും നമ്മുടെ മനസ്സിലുണ്ടാവും. അത് നമ്മൾ വാഗ്വാദത്തിന് പോയാൽ പ്രത്യേകിച്ച് തുടക്കത്തിൽ അപകടമാണ്. ഇനി ആൽക്കഹോളിക്സ് അനോണിമസിനകത്ത് വാഗ്വാദത്തിന് പോയിട്ട് ഈ വീണുപോയ ആളുകളെ എനിക്കറിയാം. ആൽക്കഹോളിക്സിനകത്തെ മീറ്റിങ്ങുകൾക്ക് അതല്ല, അത് സംബന്ധിച്ച സേവന മീറ്റിങ്ങുകൾ, നമ്മുടെ സർവീസ് മീറ്റിങ്ങുകൾ, ബിസിനസ് മീറ്റിങ്ങുകളിൽ ഒക്കെ ഇരുന്ന് ചില കാര്യങ്ങളെ പറ്റി സംസാരിച്ച് പരസ്പരം തെറ്റി തന്റെ ആർഗ്യുമെന്റ് വേണ്ട രീതിയിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ കഴിയാതെ അതിന്റെ നിരാശയിൽ പോയി മദ്യപിച്ച ഒരാളെ എനിക്കറിയാം. സഹോദരൻ അങ്ങനെ അയാൾ വീണുപോയി, ആ സഹോദരൻ. അപ്പൊ അങ്ങനത്തെ കഥ, വി ആർ വെരി പൂവർ ഇൻ ആർഗ്യുമെന്റ്. നമ്മൾ ആർഗ്യുമെന്റിൽ വളരെ ഇതാണ്. പ്രത്യേകിച്ച് തുടക്കകാലത്ത് ആർഗ്യുമെന്റുകൾക്ക് പോകാതിരിക്കുന്നതാണ് നല്ലത്. പരമാവധി അത് ഒഴിവാക്കാൻ നോക്കുക. ലേശം ചില കാര്യങ്ങൾ നമ്മൾക്കുടെ ഒരു ആശയം ഇവിടെ പ്രതിഫലിപ്പിക്കാൻ പറ്റാതെ പോകും. ചിലപ്പം മറ്റുള്ളവരോട് നമ്മൾ പറയുന്ന രീതിയിൽ ചെയ്താൽ ചിലപ്പോൾ കൂടുതൽ ഫലപ്രദം ആകുമായിരിക്കും. പക്ഷെ എന്നാലും അത് അങ്ങ് പോട്ടെ, അത് അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ, കുറച്ച് നാളത്തേക്ക് അങ്ങനെ അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കുന്നതായിരിക്കും നല്ലത്. ഏറ്റവും പ്രധാനമായിട്ട് കുടുംബജീവിതത്തിൽ നമുക്കറിയാം, ഏറ്റവും കുടുംബജീവിതത്തിൽ നമ്മുടെ ജീവിത പങ്കാളിയായിട്ട് മക്കളുമായിട്ടും ഒക്കെ നമുക്ക് ആർഗ്യുമെന്റുകളിൽ, വാഗ്വാദത്തില്, തർക്കത്തില് ഒക്കെ ഏർപ്പെടേണ്ട അവസ്ഥ വരും. നമ്മൾ പുറമേ ഉള്ള ഒരാൾ പോലെയല്ല, വീടിനകത്ത് നിൽക്കുന്ന പരിക്കുകൾ നമുക്ക് ഭയങ്കരമായിട്ട് മുറിവേൽക്കും. പുറത്തുനിന്ന് കേൾക്കുന്ന പോലെയല്ല. പുറത്തുനിന്ന് ഒരാളുമായിട്ട് വാഗ്വാദത്തിൽ ഏർപ്പെട്ട് പരാജയപ്പെട്ട ഒരു വർഷം കൂടെ മദ്യപിക്കാൻ പോയിക്കൊള്ളണമെന്നോ ആ ദേഷ്യം നമ്മൾ ഒരുപാട് നേരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷെ വീടിനകത്ത് നേൽക്കുന്ന മുറിവുകൾ ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം ആഴത്തിൽ പതിയുന്നതായിരിക്കും. അതുകൊണ്ട് ജീവിത പങ്കാളികളുമായിട്ടും മക്കളുമായിട്ടും, ഇപ്പൊ എന്റെയൊക്കെ പ്രായത്തിലുള്ള ആളെന്ന് പറഞ്ഞാൽ മക്കൾ മുതിർന്നു കഴിഞ്ഞു. എന്നെക്കാളും വലിയ ആളാണ് എൻ്റെ മോൻ. അപ്പോൾ ചിന്തയിലും എല്ലാവരും എന്നെക്കാളും മേളിലാണ്. മോളും എൻ്റെ ഒപ്പം ഒക്കെ തന്നെ ആയി വരുന്നു. അപ്പൊ മക്കൾ അവരുടെ ഒരു സ്വതന്ത്ര വ്യക്തിത്വങ്ങളായിരിക്കുന്ന ആളുകൾ ആ മക്കളുമായിട്ടും
ആർഗ്യുമെന്റിന് പോയി കഴിഞ്ഞാൽ എനിക്ക് എന്റെ മകനുമായിട്ട് ഇപ്പൊ ഒരു ആർഗ്യുമെന്റിന് പോയി എനിക്ക് ജയിക്കാൻ പറ്റില്ല. എന്റെ ഭാഗത്താണ് ഒരു ന്യായം എന്ന് എനിക്ക് തോന്നിയാലും, അവൻ പറയുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നിയാലും, എനിക്കത് അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ജയിക്കാൻ ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. ഞാൻ ഒരു ആർഗ്യുമെന്റ് അവനുമായിട്ട് ഏർപ്പെട്ടിട്ട് ഞാൻ അവരെ പരാജയപ്പെട്ടു പോയത്. പക്ഷെ എനിക്ക് എന്തോ ദൈവത്തിന്റെ ഒരു കരുണ കൊണ്ട് എനിക്ക് എന്താ പറയുക, ചിരിച്ചതിൽ നിന്ന് ഞാൻ മാറാൻ കഴിഞ്ഞു. പക്ഷെ അതല്ല, ചിരിച്ചല്ല, നമ്മൾ അല്പം കൂടി സീരിയസ് ആയിരുന്നെങ്കിൽ എനിക്ക് ജയിച്ചേ മതിയാവൂന്നായിരുന്നെങ്കിൽ അത് എവിടെ ചെന്ന് ചേരുമെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം വീടിനകത്തെ ആർഗ്യുമെന്റുകൾ ഏൽക്കുന്ന മുറിവുകൾ നമ്മളെ വല്ലാത്ത ആഴത്തിൽ അത് പരിക്കേൽപ്പിക്കും. പുറത്തെ ആളുകളെ പോലെയല്ല. പുറത്ത് നമ്മൾ പിന്നെ ആളുകളെ ചിലപ്പോൾ കാണുന്നില്ല, അല്ല നമുക്ക് മറക്കാൻ കഴിയും. പക്ഷെ വീട്ടിൽ ഈ നമ്മളെ മുറിവേൽപ്പിച്ച ആളെ നമ്മൾ നിരന്തരം അവരുടെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, മറ്റൊരു കാര്യമുണ്ട്, ചിലപ്പോൾ അവരും തിരിച്ചെന്തെങ്കിലും നമ്മളെ പൊള്ളിക്കുന്ന രീതിയിൽ പറയും. നമ്മളറിയാതെ പലതും, ചിലത് അങ്ങോട്ട് പറയും, അവര് പറയാതെ പലതും ജയിക്കാൻ വേണ്ടി അവരും എന്തെങ്കിലും പറയും. അത് പക്ഷെ പലപ്പോഴും നമ്മുടെ പൂർവ്വകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളായിരിക്കും. പലപ്പോഴും നമ്മൾ മദ്യപിച്ച് നടന്ന കാലത്ത് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായ ഹീനമായ പല പ്രവൃത്തികളുടെയും, ഉത്തരവാദിത്തരഹിതമായ പല പ്രവൃത്തികളുടെയും മുള്ളുകൾ വെച്ച വിഷം പുരട്ടിയ മുള്ളുകൾ ചിലപ്പോൾ നമ്മുടെ ജീവിത പങ്കാളികളോ നമ്മുടെ മക്കളോ ഒക്കെ നമ്മുടെ മേൽക്കിലേക്ക് എറിയാൻ സാധ്യതയുണ്ട്. ജീവിത പങ്കാളികളെക്കാൾ നമുക്ക് ആ പരിക്കേൽക്കാൻ സാധ്യത കൂടുതൽ മക്കളിൽ നിന്നാണ്. ജീവിത പങ്കാളി ചിലപ്പോൾ കുറച്ചുകൂടി ഉത്തരവാദിത്തത്തോടെ പെരുമാറിയെങ്കിലും പെരുമാറിക്കൊള്ളുന്നൊന്നുമില്ല, അല്ലാത്ത ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചിട്ടുള്ള സഹോദരങ്ങളെയും നമുക്കറിയാം. പക്ഷെ മക്കൾക്ക് അങ്ങനെ ഒരു കരുതൽ ഉണ്ടാവണമെന്നില്ല. മക്കള് അവര് നല്ലതുപോലെ നല്ലൊരു അസ്ത്രം നമുക്കെതിരെ എഴുതുന്നു വരും. എനിക്ക് എന്റെ ജീവിതത്തിൽ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ പൊള്ളിപ്പോവും. നമ്മൾ വിചാരിക്കും ജീവിത പങ്കാളിയെ നമ്മൾ ഇത് കണ്ടിട്ട് ഇത്ര ജീവിതത്തിന് മധ്യവയസ്സിൽ വെച്ചാൽ കാണുന്നത്, അല്ലെങ്കിൽ യൗവനത്തിൽ വെച്ചാൽ കാണുന്നത്. മക്കളെ, നമ്മുടെ കുഞ്ഞു മക്കളെ നമ്മുടെ ചെറുപ്പം മുതൽ എടുത്തുകൊണ്ട് നടന്നതും നമ്മൾ അവർക്ക് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങളും നമ്മളൊക്കെ അനുഭവിച്ചിട്ടുണ്ട് കഷ്ടപ്പാടുകളും, എത്രയോ കഷ്ടപ്പെട്ടാണ് നമ്മൾ അവരെ വന്നത്, ആശുപത്രി വാസങ്ങളും കൊണ്ട് നടന്ന എല്ലാം ഓർക്കുമ്പോൾ നമുക്ക് വല്ലാതെ പൊള്ളും. എനിക്കും പൊള്ളിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ഭാഗത്തുനിന്ന് നല്ല ഇത് വെച്ച സാധനങ്ങൾ നമുക്ക് കിട്ടുമ്പോൾ നമുക്ക് പൊള്ളിപ്പോവും. അപ്പൊ അതുകൊണ്ട് ഏറ്റവും ബെറ്റർ, പ്രത്യേകിച്ച് ആരംഭകാലത്ത്, ഈ ആൽക്കഹോളിസം അനോണിമസ് വന്ന് 9 വർഷം ആകുമ്പോൾ എനിക്കിപ്പോഴും പൊള്ളുന്നു. അപ്പോ തുടക്കത്തിൽ എത്രമാത്രം നമുക്ക് പൊള്ളുമെന്ന് ആലോചിച്ചുകൊണ്ട് ആർഗ്യുമെന്റുകൾക്ക്, വാഗ്വാദങ്ങൾക്ക്, അതുപോലെ തന്നെ ആദ്യത്തെ ആങ്കർ, ദേഷ്യത്തിന്, ഈ ആർഗ്യുമെന്റുകളാണ് പലപ്പോഴും ദേഷ്യത്തിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ പലപ്പോഴും നയിക്കുന്നത്. അതിലേക്ക് പോകാതിരിക്കും. പിന്നെ ആ ദേഷ്യം വരുന്നതിന് മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ആൽക്കഹോളിസ്റ്റുകളെല്ലാം തന്നെ ഒരു പരിപൂർണത ആഗ്രഹിക്കുന്ന ആളുകളാണ്. നമ്മളിലേക്ക് നോക്കിയാൽ നമ്മൾ മനോഹരമായി ജോലി ചെയ്യുന്ന ആളുകളാണ്. ചെറിയൊരു അപൂർണതയോട് പോലും നമുക്ക് സന്ധി ചെയ്യാൻ പറ്റിയല്ല. ഇപ്പൊ പോലും ഞാൻ ഓഫീസിൽ നിന്ന് പോരുന്നതിന് മുമ്പും ഒരു ചെറിയ കാര്യം പറഞ്ഞില്ലേലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും ഞാൻ ഇറങ്ങിയിട്ട് തിരിച്ചു കയറി അതുകൂടെ പറഞ്ഞിട്ടാ പോരുന്നത്. അത് എന്നിലെ സത്യത്തിൽ ഈ പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള ആഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ ഒരു സ്വഭാവ വൈകല്യം, നമ്മുടെ ഒരു ക്യാരക്ടർ ഡിഫക്റ്റാ. ജീവിതം എന്ന് പറയുന്നതല്ലേ എന്ന് പറയുന്നത് പൂർണ്ണതയൊന്നും ഉള്ളതല്ല. അതിനെ ആണെന്നുള്ള മറ്റ് സ്വീകരിക്കാനുള്ള നമ്മുടെ ഒരു ക്യാരക്ടർ ഡിഫക്റ്റോ നമ്മുടെ ഈഗോയോ നമ്മുടെ കഴിവുകളോ ഒക്കെയാണ് നമ്മുടെ ഒരു പെർഫെക്ഷന് വേണ്ടിയുള്ള നമ്മുടെ ചില ശ്രമങ്ങൾ. നമുക്ക് എല്ലാവർക്കും ആൽക്കഹോളിസ്റ്റുകളെല്ലാം ഹാർഡ് വർക്കിങ്ങുമാണ്, ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകളുമാണ്. നമുക്ക് ചെയ്യുന്ന കാര്യത്തിൽ പരിപൂർണത വേണം. നമുക്ക് മേശപ്പുറം ഇരിക്കേണ്ടത് ഇങ്ങനെ ആയിരിക്കണം, പൊടി വീഴാൻ പാടില്ല, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വൃത്തി വേണം, നമ്മൾ കിടക്കവിരിക്ക് വൃത്തി വേണം, വസ്ത്രങ്ങളിൽ വൃത്തി വേണം, നമുക്ക് ഈ അംഗങ്ങൾക്ക് വ്യക്തി ശുചിത്വം നമുക്ക് പ്രധാനമാണ്. നമ്മൾ കുടിച്ച് നടന്ന ആളുകളിൽ എങ്ങനെയായിരുന്നു നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. പക്ഷെ കുടി മാറി നമ്മൾ ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് വ്യക്തി ശുചിത്വം വളരെ പ്രധാനമാണ്. ഭാര്യയ്ക്ക് വൃത്തി ഉണ്ടാവണം, നമുക്ക് വൃത്തി ഉണ്ടാവണം, ഡ്രസ്സ് നല്ലതായിരിക്കണം, പിള്ളേര് കുടിച്ചിരിക്കണം, വീട് വൃത്തിയുടെ കിടക്കാൻ പാടില്ല, നല്ല വാക്കുകൾ ഉപയോഗിക്കണം, നല്ല രീതിയിൽ ചെയ്യണം, വാഹനത്തിൽ ചെളി ഉണ്ടാവാൻ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട്, ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് മാത്രം. ഓരോ തരത്തിലുള്ള പെർഫെക്ഷനിസം പേറുന്നവരാണ് നമ്മൾ. അതിനെ ഒന്ന് ബോധപൂർവം അല്പം താത്തി വെച്ച് ഇത് നമ്മളിൽ ഒരുപാട് ദേഷ്യം ഉണ്ടാക്കും. ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായ ദേഷ്യം ഉണ്ടാക്കും. എന്നില്ല, എനിക്കിപ്പോഴും ആ വൈകല്യം ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് വീട്ടിലുണ്ട് ഞാൻ, പക്ഷെ വീട്ടിൽ പരമാവധി നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നില്ല. പക്ഷെ ഞാൻ എൻ്റെ ഓഫീസിൽ ഞാൻ പലപ്പോഴും ഒരു ഭീകരജീവിയാവും. ഈ പെർഫെക്ഷനിസത്തിന്റെ കാര്യത്തിൽ എനിക്ക് ദേഷ്യം വരും. ഇന്ന കാര്യം അതുകൂടി ചെയ്തു വെച്ചിട്ട്, ഇന്നലെ ഞാനൊരു കാര്യം ഓഫീസിൽ പറഞ്ഞു, ഇന്ന് രാവിലെ വന്നപ്പോൾ ചെയ്തിട്ടില്ല. എനിക്ക് ദേഷ്യം വന്നു. ഞാൻ ഇന്ന് വൈകുന്നേരം ആ ബന്ധപ്പെട്ട വ്യക്തിയെ കേട്ടപ്പോൾ ചെറിയ രീതിയിലൊന്ന് പൊട്ടിത്തെറിച്ചു. എന്റെ നീരസം ഞാൻ വ്യക്തമാക്കി. സത്യത്തിൽ അതിപ്പോ ഇല്ലേലും ഞാനിപ്പോ ആലോചിക്കുമ്പോൾ അത് ഇല്ലേലും കുഴപ്പമൊന്നുമില്ല, ഞാൻ പറയേണ്ട കാര്യമൊന്നും ഇല്ല, വേല അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് വിചാരിക്കാനുള്ളതൊന്നും കണ്ണടയ്ക്കാനുള്ളതേ ഉള്ളത്. പക്ഷെ എന്തോ നമുക്ക് പറ്റുന്നില്ല. നമ്മൾ ആൽക്കഹോളിസ്റ്റുകളെല്ലാം പെർഫെക്ഷനിസ്റ്റുകളാണ്. ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് നമ്മളിൽ ദേഷ്യം ഉണ്ടാക്കുന്ന ഒന്നാം തരം സാധനമാണ്. കാരണം നമ്മുടെ ചുറ്റുമുള്ളവരോ പ്രകൃതിയോ നമ്മുടെ ഇടപെടുന്ന ആളുകളോ ഒന്നും പെർഫെക്റ്റ് അല്ല.
നമ്മൾ ഈ പറയുന്ന ഒന്നും പെർഫെക്റ്റ് അല്ല. നമ്മൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് അത് കൂടുതൽ ഇത് വ്യക്തമാക്കാൻ കഴിയില്ല, പക്ഷെ പലർക്കും ഒന്ന് സൂക്ഷ്മമായിട്ട് വിലയിരുത്തി അറിയാം. നമ്മൾ ആൽക്കഹോളിസ്റ്റുകൾ കൂടുതൽ അനുതാപമുള്ളവരും മറ്റുള്ളവരെ പറ്റി കെയർ ഉള്ളവരും ഒക്കെ ആയതുകൊണ്ട് നമ്മൾ അനർഹമായ പലതിനെയും ജീവിതത്തിൽ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ടാവും. അനർഹരായ പലർക്കും നമ്മൾ ഒരുപാട് പിന്തുണയും ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. പക്ഷെ ജീവിതത്തിൽ അവരിൽ നിന്നൊന്നും നമുക്ക് അത്തരത്തിലുള്ള ഒരു സപ്പോർട്ടോ ഒരു അതേമായിട്ടുള്ള ഒരു പെരുമാറ്റമോ തിരിച്ചു കിട്ടുകയുമില്ല. കാരണം അവരുടെ നിലവാരത്തിൽ നിന്നേ നമ്മളോട് പെരുമാറും. നമ്മൾ അവരോട് കാണിച്ച സ്നേഹാതിരേകത്തിനോ സ്നേഹവായ്പിനോ ഒന്നും തക്ക രീതിയിലുള്ള തിരിച്ചുള്ള ഒരു പെരുമാറ്റം അവരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടുണ്ടായില്ല. അത് നമ്മളെ നിരാശനാക്കും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യും, നമ്മൾ ചെയ്തതുപോലെ തന്നെ അവരിൽ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. സത്യത്തിൽ അവർക്ക് അതിനുള്ള കഴിവോ നിലവാരമോ ഇല്ലെന്നുള്ളതാണ് സത്യം. പക്ഷെ നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുമ്പോൾ നമുക്ക് നിരാശ വരും, നമുക്ക് ദേഷ്യം വരും. ഇതെല്ലാം നമ്മളെ ഒരു കുടിയിലേക്ക് നയിക്കാനുള്ള രണ്ടാമതൊരു കുടിയിലേക്ക് നയിക്കാനുള്ള ഉൾപ്രേരകങ്ങളാണ്, കാറ്റലിസ്റ്റുകളാണ്. അതുകൊണ്ട് ദേഷ്യം എന്നതും വാഗ്വാദം, ആർഗ്യുമെന്റ്, തർക്കം എന്നതും നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കുക. അത് നമുക്ക് അതുണ്ടാകാനുള്ള സാഹചര്യങ്ങളെ പറ്റിയാണ് പഴമക്കാർ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങൾ. എന്റെ ജീവിതാനുഭവത്തിൽ ശരിയെന്ന് തോന്നിയ കാര്യം ഞാൻ ഷെയർ ചെയ്യുന്നുള്ളൂ. മൂന്നാമത്തെ അക്ഷരം എന്ന് പറയുന്നത് ആണ്, ഹാൾട്ടിലെ ലോൺലിനെസ്, ഏകാന്തത. അത് ഒരുപാട് വിശദമാക്കണമെന്നില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. ഒറ്റയ്ക്കായിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് മദ്യപിക്കാൻ തോന്നും. ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നമുക്ക് കുടിക്കാനുള്ളൊരു താല്പര്യം നമുക്ക് തോന്നും. അത് പണ്ട് ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് എൻ്റെ ഒരു ഞങ്ങൾ രണ്ടുപേര് ഇങ്ങനെ കോളേജിൽ നിന്ന് പ്രസംഗിക്കാനൊക്കെ പോയായിരുന്നു പല സ്ഥലത്തും. നമ്മൾ വലിയ സന്മാർഗം, സദാചാരം, മൂല്യബോധം ഒക്കെ നയിക്കുന്നത്. അപ്പൊ ഈ ഇവൻ ഒരു തവണ കൊല്ലത്ത്, എൻ്റെ ഒരു സുഹൃത്ത്, അവൻ തവണ ആ പ്രാവശ്യം ഒന്നിച്ചു പോയെ. അവൻ കൊല്ലത്ത് ഒരു പ്രസംഗ മത്സരത്തിന് എന്തിനോ കരുനാഗപ്പള്ളി അങ്ങനെ എന്തോ ഇവൻ തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞ്, എടാ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്നപ്പം എനിക്കൊരു കമ്പിപ്പടം കാണണം തോന്നി എന്ന് പറഞ്ഞു. കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ് ചെയ്ത് നിന്നപ്പോൾ വലിയ നമ്മളെ എനിക്ക് രേപ്പടം കാണണം തോന്നി കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ്. കാരണം കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡ്, കരുനാഗപ്പള്ളിയിൽ അയാൾ ആരും അറിയുന്നില്ല, അയാൾക്ക് യാതൊരു തരത്തിലുള്ള അസ്തിത്വം ഇല്ല, അയാളുടെ മൂല്യബോധത്തിന്റെ സാമൂഹിക ഭാരങ്ങളില്ല, ഒന്നുമില്ല. അയാൾ സ്വതന്ത്രനാ. അയാളുടെ തനതായ മൃഗീയമായ ജഡികമായ അയാളുടെ തനതായ ലൈംഗിക വാസനകൾ അവിടെ ഉണർന്നു. അവിടെ ചെന്നപ്പോഴേക്ക് ഇത് ഞാൻ പറയുന്നത് ഒരു പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറോ ഡിഗ്രി ഫസ്റ്റ് ഇയറോ ഒക്കെ പഠിക്കുന്ന വളരെ തരളിതമായ ഒരു പ്രായത്തിന്റെ അനുഭവം. ഇന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്, നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ഉള്ളിൽ നിന്നും വേറെ ചിലതൊക്കെ തലനീട്ടും. അത് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള ദീർഘകാലത്തെ യാത്രയിലൂടെ മാത്രമേ ഉള്ളൂ അതിനെ നമുക്കൊന്ന് തളർത്തിയും തടഞ്ഞു നിർത്തിയൊക്കെ നിർത്താൻ പറ്റുള്ളൂ. ഈ ആൽക്കഹോളിക്സ് ഞാൻ പലപ്പോഴും ചെയ്തിരുന്ന കാര്യം, എന്നോട് പഴമക്കാർ പറഞ്ഞതനുസരിച്ച് ഞാൻ ചെയ്തിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കുടിയിൽ നിന്ന് മാറി നിന്ന ആദ്യ കാലഘട്ടത്തിൽ എവിടെ പോണേലും ഒരിക്കലും ഒരിടത്തും തനിച്ചു പോകില്ല. എവിടെ ഇപ്പൊ ഒരു ബില്ല് അടയ്ക്കാൻ പോവുകയാണെങ്കിലും കൊച്ചിനെയും കൂടെ, ഒന്ന് കുഞ്ഞു കുട്ടിയൊക്കെ ചെറിയ കുട്ടിയാ, ആ കുട്ടികളെയും കൂടി സ്കൂട്ടറെ ഇരുത്തി കൊണ്ടൊക്കെ പോകും. ഒരു സാധനം മേടിക്കാനാണെങ്കിൽ ആരെങ്കിലും കൂട്ടിക്കൊണ്ടുപോകും. ഭാര്യ ഫ്രീ ആണ്, ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകും. ഒരു മാമദീസായ അങ്ങനെയൊക്കെയുള്ള പരിപാടികളൊക്കെയാണെങ്കിൽ തലേദിവസമൊക്കെ പോയി പോരാവുന്ന സ്ഥലമാണെങ്കിൽ തലേദിവസം അങ്ങ് പോയിട്ട് തലേദിവസം പരമാവധി പോകാതിരിക്കും. ഇനി പരിപാടിക്ക് പോകുമ്പോൾ, തലേദിവസമാണല്ലോ മദ്യപാനമുള്ളത്, പരിപാടിക്ക് പോകുമ്പോഴാണെങ്കിൽ തന്നെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുപോകും. ഈ തലേദിവസം പോകേണ്ട അത്യാവശ്യ കാര്യങ്ങൾ, ഇപ്പൊ പെങ്ങന്മാരുടെ വീട്ടിലെ പരിപാടികൾ അങ്ങനെയുള്ളത് നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടെങ്കിലും ഞാൻ ഭാര്യയോ കൂട്ടിക്കൊണ്ടുപോകും. ആവശ്യമില്ലാത്ത സ്ഥലത്താണെങ്കിലും ഒരു കൊച്ചിനെ എടുത്തുകൊണ്ട് അങ്ങ് പോകും. കുട്ടിയെ കൊണ്ട് പോകുമ്പോൾ നമ്മളൊന്നാമത് തനിച്ചില്ല, കുട്ടിയുള്ളപ്പോൾ നമുക്ക് മദ്യപിക്കാനുള്ള ഇത് വരത്തില്ല. പ്രത്യേകിച്ച് നമ്മളെ ആരും പലപ്പോഴും വിളിക്കില്ല കുട്ടികളുള്ളപ്പോൾ. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് എനിക്ക് ഒരു 8 മാസം മുമ്പ് കോഴിക്കോട് പോകേണ്ട ഒരു ആവശ്യം വന്നു. അളകാപുരി എന്ന് പറയുന്ന ഹോട്ടലിൽ വെച്ചായിരുന്നു പരിപാടി. എനിക്ക് അവിടെ പങ്കെടുക്കേണ്ട ഒരു ഔദ്യോഗിക പരിപാടി. എനിക്ക് ഇവിടുന്ന് എറണാകുളത്ത് നിന്ന് അളകാപുരി ഹോട്ടലിലേക്ക് പോകാൻ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി. കാരണം അളകാപുരി എന്ന് പറയുന്ന ഹോട്ടലിൽ എനിക്ക് ഭയങ്കര കോഴിക്കോട് ഇഷ്ടപ്പെട്ട ഹോട്ടലാണ്. ഞാനിവിടെ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ട്, ഞാനിതിന് മുന്നിൽ മദ്യപിച്ച് വീണ് കിടന്നിട്ടുണ്ട്. എപ്പോ കോഴിക്കോട് ചെന്നാലും എനിക്ക് മദ്യപിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഹോട്ടലാണ് അളകാപുരി. അപ്പൊ അളകാപുരി അവിടുത്തെ ഒരു ഹാളിൽ നടക്കുന്ന ഒരു പ്രോഗ്രാമിനകത്ത് പോകാൻ എനിക്കെന്തോ ഒരു ഭയം തോന്നി. അളകാപുരി ചെല്ലുമ്പോൾ ഞാൻ കുടിക്കോ എന്നുള്ളൊരു ഭയം എന്നെ വേട്ടയാടാൻ തുടങ്ങി. കാരണം ഞാൻ ഒറ്റയ്ക്കാണ്, എന്നെ അറിയുന്ന അങ്ങനെ ആരും തന്നെ അവിടെ ഇല്ല, ഞാൻ കുടിക്കുമോ? അവസാനം എൻ്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടാണ് പോയത്. ഭാര്യ എൻ്റെ കൂടെ കോഴിക്കോട് വരെ വന്ന അളകാപുരി വന്ന് ഞങ്ങൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് രാത്രി ട്രെയിൻ ടിക്കറ്റ് തിരിച്ച് ബുക്ക് ചെയ്ത് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് പോകുന്നു. കാരണം എനിക്ക് ഒരു ഭയം. എനിക്ക് അങ്ങനെ മുമ്പ് ഒരു അനുഭവം ഉണ്ട്. ഈ മദ്യപാനം നിർത്തി ഒരു 3.5 വർഷം കഴിഞ്ഞ ഒരു സമയത്ത് ഈ സത്യസായി ബാബയുടെ ആശ്രമത്തിൽ പോകേണ്ട വന്ന്, പുട്ടപർത്തിയിൽ പോയിട്ട് തിരിച്ച് വന്ന് ബാംഗ്ലൂർ വന്നപ്പം എനിക്ക് നാട്ടിലേക്ക് പോരാനുള്ള ട്രെയിൻ 1 മണിക്കൂർ താമസമുണ്ട്. അവിടെ നിന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് മദ്യപിക്കാൻ തോന്നി.
ഭയങ്കരമായിട്ട് കുടിക്കാൻ തോന്നി. അതിനു മുമ്പ് ഞാൻ കുടിയെ പറ്റി ആലോചിച്ച് ഒന്നും ചെയ്തില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ബാംഗ്ലൂരാണ്, ഒറ്റയ്ക്കാണ്, കൂട്ടുകാരെല്ലാം പോയി, ഞാൻ തിരിച്ചൊറ്റയ്ക്ക് ഒരു ട്രെയിനിങ്ങിൽ പോരുവാണ്. അതുവരെ എൻ്റെ കൂടെ ഒരു സംഘം ഉണ്ടായിരുന്നു. ഞാൻ തിരിച്ചൊറ്റയ്ക്ക് ഒരു ട്രെയിനിൽ പോരുവാണ്. എനിക്ക് കുടിക്കണം എന്ന് ഭയങ്കരമായിട്ട് ആ ഇങ്ങനെ പബ്ബുകളിൽ ബിയറിന്റെ ആ ഒരു സുഖവും ഒക്കെ എന്റെ മനസ്സിലേക്ക് കയറി വന്ന് കുടിക്കാൻ. എൻ്റെ കയ്യിൽ 2 ലഗേജ് ഒക്കെ വലിയ ബാഗുണ്ട്. പക്ഷെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ പോകാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എന്റെ കാര്യം. എന്റെ മനസ്സ് ഒരു വേള ഞാൻ ബാഗിയെ പിടിച്ചു വലിച്ചു പുറത്തിറങ്ങി. എനിക്കൊരു 1.5 മണിക്കൂർ പിന്നെ ട്രെയിന് താമസമുണ്ട്. പക്ഷെ ഭാഗ്യവശാൽ അപ്പൊ തന്നെയുള്ള ഒരു ട്രെയിൻ എനിക്ക് മനസ്സിലായത് അപകടമാണ്. അപ്പോൾ പുറപ്പെടുന്ന ഒരു ട്രെയിൻ, എറണാകുളത്തിലുള്ള ട്രെയിൻ ഉണ്ടായിരുന്നു. എനിക്ക് ആ ട്രെയിനിൽ ഒരു വിധത്തിൽ ഭാര്യയോട് ഞാൻ പറഞ്ഞു, ഭാര്യ ഒരു തത്കാലം എങ്ങനെന്തോ അവൾ ഓൺലൈനിൽ എങ്ങനെയോ ഒരു ടിക്കറ്റ് എനിക്ക് ശരിയാക്കി തന്നെ, എനിക്ക് അതിൽ ടിക്കറ്റ് കിട്ടി. അപ്പൊ തന്നെ പുറപ്പെടുന്ന ഒരു ട്രെയിന് ഞാൻ പോകുന്നു. കോട്ടയത്തായിരുന്നു ഞാൻ താമസിക്കുന്നത്. കോട്ടയം ട്രെയിനിൽ നിൽക്കാതെ അപ്പോൾ പുറപ്പെടുന്ന ഒരു എറണാകുളം ട്രെയിൻ ഞാൻ പോകുന്നു. പക്ഷെ ദൈവം എനിക്ക് അതിനകത്ത് വേറെ തരത്തിൽ പ്രവർത്തിച്ചു. കാരണം ആ സമയത്ത് ഞാൻ ആ ട്രെയിനിൽ വെച്ച് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു എനിക്ക് കോട്ടയത്തിന് ഇങ്ങനെ പോകണം, ലഗേജ് ഒക്കെ ഉണ്ട്, ഞാൻ എറണാകുളം ടിക്കറ്റ് കിട്ടി. ഈ വിഷമം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹയാത്രിക, ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടു. അപ്പൊ സഹയാത്രിക എനിക്ക് ആ വണ്ടിയിൽ നിന്ന് പുള്ളിക്കാരിയുടെ മൊബൈൽ, എനിക്ക് അന്ന് അത്ര മൊബൈലിൽ ഈ ടിക്കറ്റ് ഒന്നും എടുക്കാനുള്ള കഴിവ് എനിക്കില്ല. പുള്ളിക്കാരിയുടെ മൊബൈലിൽ എറണാകുളത്ത് ഈ ട്രെയിൻ ചെന്ന് നിൽക്കുമ്പോൾ അവിടുന്ന് കോട്ടയത്തിന് പോകും. അപ്പൊ തന്നെ പുറപ്പെടുന്ന ഒരു ട്രെയിൻ ഉണ്ട്. അതിനൊരു ടിക്കറ്റ് ഓൺലൈനിൽ പുള്ളിക്കാരി ആ ട്രെയിനിലിരുന്ന് എനിക്ക് ബുക്ക് ചെയ്തു. ഞാൻ ആ പൈസ അവർക്ക് കൊടുത്ത് എന്താ അവിടെ ദൈവം ഇടപെട്ട് എനിക്ക് ആ സൗകര്യം ചെയ്തു തന്നു എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ലോൺലിനെസ് എന്ന് പറയുന്ന സംഭവം നമ്മളെ ഈ കുടിയിലേക്ക് നയിക്കാൻ അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. എൻ്റെ ആദ്യത്തെ സ്ലിപ്പ് എന്ന് പറയുന്നത് എനിക്കൊരു ഓഫീസിൽ ട്രാൻസ്ഫർ വന്ന സമയത്താണ്. ഒരു പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആയി ചെന്ന സ്ഥലത്ത് ഞാൻ ഒറ്റയ്ക്ക് ഞാൻ ഒരു സ്ഥലത്ത് വീടെടുത്ത് താമസമാക്കി. ആ ഒറ്റയ്ക്കായിരുന്ന സ്ഥലത്ത് ഇതൊക്കെ വർക്ക് ചെയ്തു. ഒന്ന് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങുകൾ ആ പുതിയ സ്ഥലത്ത് ഇല്ലായിരുന്നു. എനിക്ക് അവിടെ വെച്ച് മീറ്റിങ്ങുകളിൽ സ്ഥിരമായിട്ട് പോകാൻ കഴിഞ്ഞില്ല. രണ്ടാമത് ഞാൻ മീറ്റിങ്ങിൽ നിന്ന് പിന്നെ എൻ്റെ മനസ്സിൽ ഒരു തോന്നൽ തുടങ്ങി, മീറ്റിംഗ് ഇല്ലേലും ഇനി പിടിച്ചു നിൽക്കാൻ പറ്റും. ഡെയിലി റിഫ്ലക്ഷൻ ഞാൻ വായിക്കുന്നുണ്ടല്ലോ, അത് മുതൽ മീറ്റിംഗ് ഇല്ലേലും എനിക്ക് പറ്റും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് ഒരു വീടെടുത്ത് താമസിച്ചു. രണ്ടാമത് ഈ പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, അത് ഞാനത് ഫോട്ടോ ആയിട്ട് എടുത്തതാണ്. സോറി സാർ ചേട്ടാ, തുടർന്നോളൂ. അപ്പോ ആൽക്കഹോളിക്സ് അവിടെ വെച്ച് ആൽക്കഹോളിക്സിന്റെ എനിക്കൊരു തോന്നൽ വന്നു, ഇനി മീറ്റിംഗ് ഇല്ലേലും വലിയ പ്രശ്നമില്ല, എനിക്ക് പറ്റുമായിരിക്കും തോന്നി. ഞാൻ ലോൺലിനെസ്സിനെ പിടികൂടി. തനിച്ചായിരുന്നു താമസം. വളരെ പ്രകൃതിരമണീയമായ ഒരു ഗാർഡൻ പോലത്തെ ഒരു സ്ഥലത്തിനടുത്ത് ഒറ്റപ്പെട്ടൊരു വീട്. അപ്പൊ എനിക്ക് ഇങ്ങനെ നിലാവ് കാണാം, അങ്ങനെയൊക്കെ എനിക്ക് ആ വീടൊക്കെ കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട് ഞാൻ അങ്ങനെ എടുത്ത. ഭാര്യയ്ക്ക് മക്കൾക്ക് ഇടയ്ക്ക് വന്ന് നിൽക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ എടുത്തതാണ്. പക്ഷെ അവിടുത്തെ ഒറ്റയ്ക്കുള്ള താമസം, അതോടൊപ്പം തന്നെ നമ്മൾ ഈ പറയുന്ന ഹങ്കർ, ആദ്യത്തെ പരിപാടി വിശപ്പ്. കാരണം ഒറ്റയ്ക്കായിരുന്നു സമയത്തൊക്കെ ഞാൻ പലപ്പോഴും ഭക്ഷണം സ്കിപ്പ് ചെയ്യാൻ തുടങ്ങി. എനിക്ക് വിശപ്പുണ്ടായി. ഇതിന് തൊട്ടടുത്ത് തന്നെ ഒരു ബാർ ഉണ്ടായിരുന്നതാണ് വേറെ സത്യം. അത് ഞാൻ എങ്ങനെ ബാറിൽ പോയെന്നോ കയറിയെന്നോ കുടിച്ചെന്നോ എനിക്ക് ഓർമ്മ പോലുമില്ല. പക്ഷെ 2-3 പെഗ് കഴിച്ചു കഴിഞ്ഞാണ് ദൈവം ഞാൻ കുടിച്ചല്ലോ എന്ന് പോലും, ഞാൻ സ്ലിപ്പായല്ലോ എന്ന് പോലും ഞാൻ അറിയുന്നത്. അത്രമാത്രം പവർഫുൾ കണ്ണിങ് ആൻഡ് ബാഫ്ലിംഗ് ആണ് ഈ മദ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിൽ നിന്നും മാറി നിൽക്കുന്നതിന് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഹാൾട്ടിലെ 2 പ്രശ്നങ്ങൾ എനിക്ക് അവിടെ ഉണ്ടായെന്നുള്ളതാണ്. ഒന്ന്, ഞാൻ ലോൺലി ആയിരുന്നു, തനിച്ചായിരുന്നു. ഞാൻ ഒരു വലിയ വീട്ടിൽ ഒരു ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഞാൻ തന്നെ താമസിച്ചു. പിന്നെ അതോടൊപ്പം തന്നെ എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഭക്ഷണമൊന്നും പ്രോപ്പർ അല്ലായിരുന്നു. മിക്കവാറും എന്നെ വിശപ്പും അല്ലാതെ അരട്ടിയിരുന്നു. അതൊന്നും അല്ല വലിയ കാരണം. ഞാൻ ആൽക്കഹോളിക്സിന്റെ മീറ്റിങ്ങുകൾ സ്കിപ്പ് ആയതാണ്. ആ നഗരത്തിൽ എനിക്ക് മീറ്റിങ്ങുകൾ ഇല്ലായിരുന്നു. അപ്പം മീറ്റിങ്ങുകൾക്ക് കുറേയധികം ദൂരം യാത്ര ചെയ്യുന്ന മീറ്റിങ്ങുകൾക്ക് പോകാനുള്ള താല്പര്യം ഞാൻ കാണിച്ചില്ല. പിന്നെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുടുംബ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടി അലട്ടി ഞാനൊരു സ്ലിപ്പിലേക്ക് പോയി എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ ലോൺലിനെസ്സിന് അത്രയും വലിയൊരു പ്രാധാന്യം ഒരു ആൽക്കഹോളിക്കിന്റെ ലൈഫിൽ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് എൻ്റെ ഒരു ബോധ്യം കേട്ടോ, എല്ലാവരുടെയും ശരിയാണെന്ന് എനിക്കറിയത്തില്ല. ഹാൾട്ടിന്റെ അവസാനത്തെ സംഗതി എന്ന് പറയുന്നത് ടീ ആണ്. ടീ ഫോർ ടയർഡ്നെസ്, ക്ഷീണം. അത് മുമ്പ് പറഞ്ഞൊരു കാര്യത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. നമ്മളെല്ലാം ഭയങ്കര പെർഫെക്ഷനിസ്റ്റുകളാണ്. നമ്മുടെ പെർഫെക്ഷനിസത്തിന് വേണ്ടി നമ്മൾ അമിതമായി ജോലി ചെയ്യും. ഭയങ്കരമായി നമ്മൾ ജോലി ചെയ്യും. നമ്മൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് നേച്ചറുള്ള ആളുകളാണ് നമ്മളെല്ലാവരും. ഹാർഡ് വർക്കിംഗ് നേച്ചറിനകത്ത് 2 കാര്യമുണ്ട്. ഒന്ന്, നമ്മുടെ പെർഫെക്ഷനിസം. 2, നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് പ്രീതി, മറ്റുള്ളവർ നല്ലത് പറയുന്നതിന് ഭയങ്കരമായിട്ട് കാംക്ഷിക്കുന്ന ഒരു സ്വഭാവം ഞാനടക്കമുള്ള ആൾക്കഹോളിക്സിനുണ്ട്. എനിക്ക് എന്നെപ്പറ്റി, എൻ്റെ ജോലിയെ പറ്റി, എന്നുള്ളതിൽ ക്ലിയറായിട്ട് എൻ്റെ വർക്കിനെ പറ്റി മറ്റുള്ളവർ നല്ലത് പറയണം. അതെനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൽക്കഹോളിക്സിന് ഈ ക്യാരക്ടർ ഡിഫക്റ്റ് ഉണ്ട്.
നമ്മുടെ പെർഫെക്ഷനിസം എന്നുള്ള നമ്മുടെ പൂർണ്ണത നമുക്ക് ഒരു തൃപ്തി തരും. കൊള്ളാറ്, നന്നായിരിക്കുന്നു. നമുക്ക് നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. രണ്ടാമത്, നമുക്ക് മറ്റുള്ളവരുടെ അപ്രീസിയേഷൻ നമുക്ക് വേണം. നമുക്ക് നമ്മുടെ അപ്രീസിയേഷനും വേണം, നമുക്ക് മറ്റുള്ളവരുടെ അപ്രീസിയേഷനും വേണം. ഈ രണ്ട് കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ പരിപൂർണതയിൽ നമ്മളെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യും. നമ്മുടെ ഹാർഡ് വർക്കിലൂടെ ആ പരിപൂർണതയിൽ നിന്ന് മറ്റുള്ളവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം. ഈ രണ്ട് അപ്രീസിയേഷന് വേണ്ടി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. അതാണ് നമ്മുടെ നേച്ചർ. പ്രത്യേകിച്ച് കുടി നിർത്തിക്കഴിഞ്ഞുള്ള ഒരു പീരീഡിൽ നമ്മൾ എന്തും ചെയ്യും. എന്ത് കാര്യത്തിലാണ് നമ്മൾ ഏർപ്പെടുന്നത് നമ്മൾ തീവ്രമായിട്ട് മുഴുകും. ഇത് നമ്മളെ ക്ഷീണിപ്പിക്കും, ഫിസിക്കലായി ക്ഷീണിപ്പിക്കും, മാനസികമായിട്ട് ക്ഷീണിപ്പിക്കും. ഫിസിക്കലായി വല്ലാണ്ട് ക്ഷീണിച്ചു കഴിയുമ്പോൾ നമ്മളുടെ മനസ്സിൽ ബിയറിന്റെ ഓർമ്മ വരും, നരഞ്ഞി പൊതങ്ങി ഇങ്ങനെ വരുന്ന ബിയറിന്റെ രുചി ഓർമ്മ വരും. ഇതൊക്കെ നമ്മൾ കുടിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കും. ക്ഷീണിച്ചാൽ, വല്ലാണ്ട് ജോലി ചെയ്ത് തളർന്നാൽ നമ്മളെ മദ്യപിക്കാൻ നമുക്കൊന്ന് റിഫ്രഷ്ഡ് ആകാൻ നമ്മൾ ശീലിച്ചിട്ടുള്ളത് മദ്യമാണ്, വേറൊന്നും അല്ല. അതാണ് പ്രശ്നം. നമ്മുടെ ശീലം മദ്യത്തിന് അതിനുള്ള കഴിവുണ്ട്. അപ്പൊ പെട്ടെന്ന് നമ്മൾ മദ്യപിക്കാൻ, പ്രത്യേകിച്ചൊരു ബിയർ കുടിക്കാൻ അല്ലെ തണുത്ത കള്ള് കുടിക്കാൻ ഒക്കെ നമുക്ക് തോന്നും. അതുകൊണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വന്നിരിക്കുന്നവര് ആദ്യകാലത്തല്ല എപ്പോഴായാലും അമിതമായി ജോലി ചെയ്ത് തളരാതിരിക്കുക. ഒരു 5 മണി വരെ ജോലി ഉള്ളെങ്കിൽ ഒരു 4:45 നിർത്താനും വിശ്രമിക്കാനും, ഇടയ്ക്കിടയ്ക്ക് ഇനി ഇച്ചിരി പൈസ പോയാൽ പല ഓഫീസുകളുണ്ട്. ഞാനൊക്കെ ഇടയ്ക്ക് ഈ കുറച്ച് നാൾ മുമ്പ് വരെ ജോലി ചെയ്തിരുന്ന ഓഫീസിൽ നമ്മളെ ലീവ് എടുക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ലീവ് സറണ്ടർ ചെയ്ത് വലിയ പൈസ മേടിക്കാനുള്ള ഓഫർ നമ്മുടെ കമ്പനി നമുക്ക് തരുമായിരുന്നു. അപ്പൊ നമ്മുടെ കമ്പനികളിലൊക്കെ ഒരുപാട് പേര് ലീവ് എടുക്കാതെ ഇങ്ങനെ ജോലി ചെയ്യും. കാരണം ലീവുകൾ മുഴുവനും അവസാനം കാശാക്കി മാറ്റാം. ലക്ഷക്കണക്കിന് 10 ലക്ഷം 20 ലക്ഷം ഒക്കെ രൂപയ്ക്ക് അവസാനം ലീവ് വിൽക്കാം. ഒരു സർവീസ് കാലത്തെ എൻ്റെ ഒരു സഹപ്രവർത്തകൻ ലീവ് വിറ്റുകാണ് കുട്ടിയുടെ കല്യാണം നടത്തിയത്. അത്രമാത്രം നമുക്ക് ലീവ് വിൽക്കാം. ഒരു കല്യാണത്തിന് സ്വർണ്ണം എടുക്കാനും സ്ത്രീധനം കൊടുക്കാനും ഒക്കെ ഉള്ള പൈസ മാത്രമേ ലീവ് വിൽക്കാം. അപ്പൊ പല കമ്പനികൾ, ഞാൻ നേരത്തെ ജോലി ചെയ്ത കമ്പനിയുടെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പല കമ്പനികൾ ഇമാതിരി ഒരുപാട് പ്രലോഭനങ്ങൾ ജീവനക്കാരുടെ മേൽ വയ്ക്കും. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിൽ ആൽക്കഹോളിക്സ് ആയ ആളുകൾ, നമ്മൾ കുടി നിർത്തിയവർ നമ്മൾ ചിന്തിക്കുന്നത് ജീവിതം എന്നത് ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ് അല്ല. ജീവിതം ഒരു ലാഭം ഉണ്ടാക്കാനുള്ള കളിയുടെ പേരല്ല ജീവിതം, ഒരിക്കലും അല്ല. ജീവിതം നമുക്ക് ജീവിക്കാനുള്ളതാണ്, അത് ആസ്വദിക്കാനുള്ളതാണ്. ഈ ലൈഫ് ഈസ് നോട്ട് എ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്. അത് നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു ലീവ് നമ്മൾ വിൽക്കാൻ നിൽക്കരുത്. നമ്മൾ ലീവ് എടുക്കണം. നമ്മൾ കുടുംബത്തോടൊപ്പം ചെലവഴിക്കണം, നമ്മൾ ആസ്വദിക്കണം. നമ്മുടെ ലൈഫാണ് നമ്മുടെ പുതിയ അഡിക്ഷൻ, അതാണ് നമ്മുടെ ലഹരി. അത് ആസ്വദിക്കണം. നമ്മൾ യാത്ര പോകണം, നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന് മീറ്റിങ്ങിന് പോകണം, കൺവെൻഷനുകൾക്ക് പോകണം, നമ്മുടെ ലിറ്ററേച്ചർ വായിക്കണം, നമ്മുടെ പഴയ സുഹൃത്തുക്കളെ സന്ദർശിക്കണം, പ്രായമായ മാതാപിതാക്കളെ സന്ദർശിക്കണം, ഓൾഡ് ഏജ് ഹോമുകൾ സന്ദർശിക്കണം. ആശുപത്രികളിലൊക്കെ വോളണ്ടറി വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൽക്കഹോളിക്സ് അനോണിമസ് സുഹൃത്തുക്കൾ എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. 2 പേര് ആശുപത്രികളിൽ സേവനം അനുഷ്ഠിക്കുന്നവര്. അങ്ങനെയുള്ള പരിപാടികൾക്ക് നമുക്ക് പോകണം. അങ്ങനെ ലൈഫ് ഈസ് നോട്ട് എപ്പോഴും ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആൽക്കഹോളിക്സ് വിചാരിക്കേണ്ടത് നമ്മളെ ഈ ചതിയിൽ പെടുത്താൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ലൈഫ് ഈസ് നോട്ട് എ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്. ജീവിതം ഒരു ലാഭം ഉണ്ടാകാനുള്ള കളിയുടെ പേരല്ല ജീവിതം ഒരു ബിസിനസ് അല്ല, അതൊരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ് അല്ല. അതുകൊണ്ട് ഈ കമ്പനികൾ പ്രത്യേകിച്ച് ഗവൺമെന്റ് മേഖലയിൽ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർ നമ്മൾ ചതി വീഴും. കാരണം നന്നായി ജോലി ചെയ്യണം, ബോസിന്റെ അപ്രീസിയേഷൻ മേടിക്കണം, നമ്മുടെ പ്രോജക്റ്റ് നല്ലതായിരിക്കണം, നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന കമ്പനികളെക്കാൾ നമ്മളുടെ പ്രോഡക്റ്റ് വിശിഷ്ടമായിരിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ആ ചതിയിൽ വീഴാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമ്മൾ ആ ചതിയിൽ വീഴാതിരിക്കാനുള്ള ജാഗ്രത നമ്മൾ കാണിക്കണം. ലൈഫ് ഈസ് നോട്ട്, എപ്പോഴും അണ്ടർലൈൻ ഇട്ട് നമ്മൾ മനസ്സിൽ വിചാരിക്കണം, ലൈഫ് ഈസ് നോട്ട് എ പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ്. നമ്മൾ ലാഭം ഉണ്ടാക്കാനുള്ള ഒരു കളിയുടെ പേരല്ല ജീവിതം എന്ന് പറയുന്നത്. നമ്മളുടെ ഊന്നൽ, അവർ ഫോക്കസ് ഷുഡ് ബി ഇൻ ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ജീവിതത്തിന്റെ ഗുണമേന്മയിലായിരിക്കണം നമ്മുടെ ശ്രദ്ധ. ജീവിതം ഉണ്ടാക്കുന്ന ഭൗതിക ലാഭങ്ങളിലല്ല, ജീവിതത്തിന്റെ ഗുണമേന്മയിലായിരിക്കണം നമ്മുടെ ബിസിനസ്, അല്ലെ? കാറുകളെ പറ്റി പറയുമ്പോൾ ചിലർ പറയുന്ന ഉദാഹരണമുണ്ട്. ചില കാറുകൾ മേടിക്കും, ഓടിക്കാൻ ഭയങ്കര സൗകര്യക്കുറവാണ്, ഒരു സുരക്ഷാ മാനദണ്ഡങ്ങളും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അവരതിന് പറയുന്ന ന്യായം, ഇത് വിൽക്കുമ്പോൾ ഇതിന് റീസെയിൽ വാല്യൂ ഭയങ്കരമാണ്, ഇത് വിൽക്കുമ്പോൾ നല്ല വില കിട്ടി, ഇതിന് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിൽ നല്ല വിലയുള്ള കാറാണ്. മറ്റു ചിലരുണ്ട്, അവർക്ക് സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെ വിലയല്ല അവർ നോക്കുന്നത്, അവര് അതേ വിലയ്ക്ക് തന്നെ കിട്ടുന്ന വേറൊരു കാർ ആയിരിക്കും മറ്റൊരാൾ മേടിക്കുന്നത്. രണ്ടാമൻ നോക്കുന്നത് അതിന്റെ സുരക്ഷാ മാനദണ്ഡങ്ങൾ,
അതെനിക്ക് എൻ്റെ ലൈഫിനെ എത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അത് യാത്ര ചെയ്യുമ്പോൾ എനിക്ക് എത്ര ക്ഷീണം കുറയ്ക്കുന്നുണ്ട്, എനിക്ക് എത്ര ഫ്രഷായി ഒരിടത്ത് എന്നാൻ ഇറങ്ങാൻ കഴിയുന്നുണ്ട്, എൻ്റെ യാത്ര എനിക്ക് എത്ര നന്നായി ആസ്വദിക്കാൻ കഴിയുന്നുണ്ട്, അതിൽ സംഗീതോപകരണം എത്ര നല്ലതാണ്, അതിന്റെ ബ്രേക്കിംഗ് എത്ര നല്ലതാണ്, അത് എനിക്കും എൻ്റെ കുടുംബത്തിനും എത്ര സുരക്ഷ നൽകുന്നുണ്ട് എന്നാണ് രണ്ടാമത്തെ ആൾ ചിന്തിക്കുന്നത്. ആദ്യത്തെ ആൾ ചിന്തിച്ചത് അയാൾ ജീവിതത്തെ ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ് ആയിട്ടും രണ്ടാമത്തെ ആൾ ജീവിതത്തെ ഒരു ക്വാളിറ്റി പ്രോസസ് ആയിട്ടുമാണ് കാണുന്നത്. രണ്ടാമത്തെ ആൾ ചിന്തിച്ചത് ജീവിതം എന്നത് ഗുണമേന്മയോടെ ചെയ്യേണ്ട കാര്യമാണെന്നും ആദ്യത്തെ ആൾ ജീവിതം എന്നത് ലാഭങ്ങൾ ഉണ്ടാക്കേണ്ട ഒരു പ്രക്രിയയാണെന്നും. നമ്മൾ ആദ്യത്തിൽ വീഴാനുള്ള സാധ്യത ഉണ്ട്, കാരണം നമ്മളെ അതിലേക്ക് വേണ്ടി പ്രേരിപ്പിക്കാൻ നമ്മുടെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ അതിലേക്ക് പ്രേരിപ്പിക്കാൻ തക്ക മധുരകരമായ ആകർഷണീയമായ കെണികൾ സ്വകാര്യ സ്ഥാപനങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ നമ്മൾ വീഴരുത്. നമ്മുടെ അവധികൾ നമ്മൾ എടുക്കുക, നമ്മൾ ആസ്വദിക്കുക. നമ്മൾ വലിയ വലിയ പ്രൊമോഷനുകൾ നേടി വലിയ വലിയ സീനിയർ ആകാനല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ആ കമ്പനിക്ക് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്നോ കമ്പനി തട്ടിയെടുക്കുന്നോ ആകരുത് നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം നമുക്ക് ജീവിക്കാനുള്ളതാണ്. എനിക്കിപ്പോ ആൽക്കഹോളിക്സ് അനോണിമസ് ആയ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറായ സുഹൃത്തിനറിയാം. പുള്ളി എന്തെല്ലാം പൈസ അധികം കിട്ടുമെന്ന് പറഞ്ഞാലും പുള്ളി 6 മണിക്ക് ഓട്ടം നിർത്തും, പുള്ളി വീട്ടിൽ വരും, കുളിക്കും, കുഞ്ഞുങ്ങളോടെ പിരിയും, പ്രാർത്ഥിക്കും, ഒന്നിച്ചെല്ലാവരും ഒപ്പം ഭക്ഷണം കഴിക്കും. വളരെ അവർ ചിലപ്പോൾ സിനിമ കാണും, പാട്ട് കേൾക്കും, ചിലപ്പോൾ അവർ സെക്കൻഡ് ഷോയ്ക്ക് വീണ്ടും ഓട്ടോറിക്ഷ തന്നെ പോകും. വളരെ സന്തോഷകരമായി ആനന്ദകരമായി ജീവിക്കുന്നു. ഇത് ഇടുക്കി ജില്ലയിലുള്ള ഒരു പ്രദേശത്തുള്ള ഒരു മനുഷ്യനാണ്. വർഷങ്ങളായിട്ട് എനിക്കറിയാം, വർഷങ്ങളായിട്ട് അദ്ദേഹം ആൽക്കഹോളിക്സ് അനോണിമസിലാണ്. അദ്ദേഹം 6 മണിക്ക് ഓട്ടം നിർത്തും. എത്ര ലാഭം ഉണ്ടെന്ന് പറഞ്ഞാൽ 6 മണിക്ക് ശേഷം അയാൾ ഓടില്ല. ബാക്കി സമയം അയാളുടെ കുടുംബത്തിനൊപ്പം. എന്ന് പറഞ്ഞതുപോലെ ജീവിതം ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ബിസിനസ് അല്ല. നമ്മൾ ടയേർഡ് ആവരുത്. ഫിസിക്കലി ടയേർഡായ നമ്മൾ കുടിക്കും. എന്റെ രണ്ടാമത്തെ സ്ലിപ്പ് ഉണ്ടായത് ഇതിൽ നിന്ന്. ഈ ടയേർഡ് ആകരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കമ്പനി ഒരു പ്രോജക്റ്റ് ഏൽപ്പിച്ചു. ഈ പഴയ കമ്പനിയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അവധി പോലും വിറ്റ് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആ കമ്പനി എന്നെ ഒരു വലിയ പ്രോജക്റ്റ് ഏൽപ്പിച്ചു. അഭിമാനകരമായ ഒരു പ്രോജക്റ്റ് ആയിരുന്നു കമ്പനിയുടേത്. അത് എന്നെ ഏൽപ്പിച്ചത് ഭയങ്കര സന്തോഷമായി. ഒരു ഡെഡ് ലൈൻ എനിക്ക് തന്നു. ആ ഡെഡ് ലൈനിൽ അത് തീർക്കാൻ അല്പം ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതി, എങ്കിലും ഞാൻ ഏറ്റെടുത്തു. പക്ഷെ അതിലേക്ക് കടന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഡെഡ് ലൈനിൽ അത് തീർക്കല് വളരെ ബുദ്ധിമുട്ടാണ്. ഒന്നുകിൽ ഞാൻ ക്വാളിറ്റി കുറയ്ക്കണം, അല്ലെങ്കിൽ ഡെഡ് ലൈൻ അല്ലെങ്കിൽ ഞാൻ അമിതമായി ജോലി ചെയ്യണം. ഞാൻ രണ്ടാമത്തത് എടുത്തു. അമിതമായി ജോലി ചെയ്ത് അതിന്റെ ക്വാളിറ്റി തന്നെ ഇറക്കാൻ തീരുമാനിച്ചു. ഞാൻ എൻ്റെ സാമൂഹ്യ ജീവിതം കട്ട് ചെയ്തു. അതായത് ഫേസ്ബുക്ക്, വാട്സപ്പ് തുടങ്ങിയ എല്ലാ സാമൂഹ്യ ജീവിതവും ഞാൻ കട്ട് ചെയ്തു. ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിങ്ങുകളിൽ പോകുന്നത് നിർത്തി. കാരണം എനിക്ക് സമയമില്ല പോകാൻ. എനിക്ക് എൻ്റെ പ്രോജക്റ്റ് ചെയ്യണം. ഞാൻ വീട്ടിൽ വരുന്നത് 3 മണിക്കൂറോ 4 മണിക്കൂറോ ഉറങ്ങാൻ മാത്രമായി. ഭാര്യ എന്നോട് ആ കാലത്തെ പറ്റി ഇപ്പൊ പറയുന്നത്, പിന്നീട് പറഞ്ഞത് നിങ്ങൾക്ക് ഭ്രാന്തായിരുന്നെന്ന ആ സമയത്ത്. അങ്ങനെ ഞാൻ എല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് മറന്നുപോയി, ഞാൻ ഷേവ് ചെയ്യാൻ മറന്നുപോയി, ഞാൻ കുളിക്കാൻ മറന്നുപോയി, എല്ലാം മറന്നുപോയി. ഞാൻ ആ പ്രോജക്റ്റ് തന്നെ ഇങ്ങനെയായിരുന്നു എൻ്റെ കമ്പനി ഏൽപ്പിച്ച. അതെന്റെ കമ്പനി എനിക്ക് തന്ന അഡീഷണൽ പ്രോജക്റ്റ് ആയിരുന്നു. ഞാൻ എൻ്റെ റെഗുലർ ഡ്യൂട്ടി വേറെ ചെയ്യണം. അത് കൂടാതെയായിരുന്നു ഇനി ഞാൻ അഡീഷണൽ പ്രോജക്റ്റ് ഞാൻ തീർത്തു. അതിമനോഹരമായി തന്നെ തീർത്തു. നമ്മളെല്ലാം അതിമനോഹരമായി തീർക്കൂ എന്നറിയാമല്ലോ. തീർത്തു. അത്രയും മാസങ്ങളെ ആൽക്കഹോളിക്സ് മീറ്റിംഗിൽ പോയിട്ടില്ല. എനിക്ക് സമൂഹവുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ ഫേസ്ബുക്കിൽ നന്നായിട്ട് ആളുകളായിട്ട് മിക്സ് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ ആരുമായിട്ട് മിക്സ് ചെയ്തില്ല. ലോകത്ത് സംഭവിച്ചു എന്ന് ഞാൻ അറിഞ്ഞില്ല. ഒന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ ഈ പ്രോജക്റ്റിനകത്തായിരുന്നു. പ്രോജക്റ്റ് ഗംഭീരമായി തീർന്നു. എനിക്ക് വലിയ അപ്രീസിയേഷൻ കമ്പനിയിൽ നിന്ന് കിട്ടി. പക്ഷേ പ്രോജക്റ്റ് ഇനാഗുറേറ്റ് ചെയ്ത അന്ന് രാത്രി ഞാൻ മദ്യപിച്ചു. കാരണം എനിക്ക് മദ്യപിക്കാതിരിക്കാൻ പറ്റാത്തത്ര ഞാൻ അവശനായിരുന്നു. ടയേർഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് അല്പം മദ്യം തന്നിട്ടല്ലാതെ എനിക്ക് എന്നെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കാൻ, അതിന്റെ പ്രോജക്റ്റ് റിലീസ് ചെയ്തെല്ലാം കഴിഞ്ഞ സ്ഥലത്തുനിന്ന് എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കാൻ അവിടുത്തെ ഉണ്ടായിരുന്ന ആ പാർട്ടിയിൽ ഞാൻ കുറച്ച് ബിയർ കഴിച്ചു. അതായിരുന്നു എൻ്റെ രണ്ടാമത്തെ സ്ലിപ്പ്. ഒന്നും നേടിയില്ല ഞാൻ, അതാണ് സത്യം. അത്രമാൽ അപ്രീസിയേഷൻ എനിക്ക് കമ്പനി തന്നു. പക്ഷെ മദ്യപിച്ചിട്ട് എനിക്ക് അടുത്ത ദിവസങ്ങൾ ഒന്നും മദ്യപാനം നിർത്താൻ പറ്റിയില്ല. കമ്പനി എത്ര അപ്രീസിയേഷൻ എനിക്ക് വന്നോ അത്രമാത്രം ആ കമ്പനിയുടെ മുന്നിൽ നാണം കെട്ടി നിൽക്കേണ്ട അവസ്ഥ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്ന് പറയുന്നത് ടയേർഡ് ആകരുത്. ടയേർഡായാൽ ഒരു കാര്യമില്ല. ടയേർഡ് ആകുന്നതുകൊണ്ട് നമ്മൾ മദ്യപിക്കുകയോ നമുക്ക് അതിനേക്കാളും കൂടുതൽ നഷ്ടങ്ങൾ വരികയോ ചെയ്യുള്ളൂ. അപ്പം ഇതാണ് എനിക്ക് HALT എന്ന് പറയുന്ന ഹാൾട്ട് എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി തോന്നിയത്. ഉണ്ണി, സമയം കഴിഞ്ഞോ? വേറെ എന്തെങ്കിലും ചെറിയ കാര്യങ്ങളോട് പറയാൻ പറ്റുമോ? പറയാം. സമയമുണ്ട് കേട്ടോ. ഓക്കെ. എനിക്ക് ഇനി ഇത് സംബന്ധിച്ച് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് പേർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു സർവ്വരോഗ സംഹാരിയാണെന്ന്. മദ്യത്തെ സംബന്ധിച്ചെങ്കിലും അങ്ങനെയാണ് എന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡെയിലി റിഫ്ലക്ഷന്റെ 365 ദിവസത്തെ ഡെയിലി റിഫ്ലക്ഷന്റെ ഒരു ദിവസത്തെ റിഫ്ലക്ഷന്
കൃത്യമായി അത് പറയുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് ഒരു സർവ്വരോഗ സംഹാരി അല്ല. അതിന്റെ ഹെഡ്ലൈൻ തന്നെയാ അന്നത്തെ ദിവസത്തെ അങ്ങനെ. നമ്മുടെ ബിഗ് ബുക്കിന്റെ, ഞാൻ ആ പേജ് നമ്പർ മറന്നുപോയി, ആ പേജ് ഞാൻ ഇങ്ങനെ അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബിഗ് ബുക്കിന്റെ ഒരു പേജിലും കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിനുമുള്ള ഒരു പരിഹാരമല്ല. മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ പോലും ഉള്ള 100% ഒരു പരിഹാരമല്ല ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് നമ്മുടെ ബിഗ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. മരുന്നുകളെയും വൈദ്യന്മാരെയും ഒക്കെ സൃഷ്ടിച്ചത് ദൈവം തന്നെയാണ്. അതുകൊണ്ട് ദൈവം സൃഷ്ടിച്ച അത്തരം കാര്യങ്ങളെ ആശ്രയിക്കുന്നതും വിവേകപൂർവമായ തീരുമാനം തന്നെയാണ് ഇത് കൃത്യമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ റിഫ്ലക്ഷൻ അത് തന്നെ പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഇത്തരം ചില കാര്യങ്ങൾക്ക് വേണ്ടിയോ എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകൾക്ക് വേണ്ടിയോ മരുന്ന് കഴിക്കുന്നവരുണ്ടെങ്കിൽ അവർ ആൽക്കഹോളിസം അനോണിമസിൽ വന്നു, അതുകൊണ്ട് ഞാൻ ഇനി മുതൽ എനിക്ക് മരുന്ന് ആവശ്യമില്ല എന്ന് പറഞ്ഞ് ആ മരുന്നുകൾ എടുത്ത് കളയരുത്, മരുന്നുകൾ മാറ്റി നിൽക്കരുത്. മാറ്റി വെച്ച് നമുക്ക് ഇതിനെ നിൽക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾക്ക് ആദ്യകാലത്ത് നമ്മുടെ സഞ്ചാരം സുഗമമാക്കുന്നത് ഈ മരുന്നുകൾ കൂടി കഴിക്കുന്നതാണ്. അത് വൈദ്യശാസ്ത്രത്തിന്റെ സഹായവും കൂടെ തേടിക്കൊണ്ട് നമ്മൾ രണ്ടും കൂടെ ഒന്നിച്ചുകൊണ്ട് പതിയെ പതിയെ മരുന്ന് ടേപ്പർ ചെയ്ത് നമുക്ക് നിർത്താൻ പറ്റും. അതിൻ്റെ അത് യാതൊരു സംശയവും. അത് തേടുന്നതാണ് നല്ലത്. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഡിപ്രഷൻ വരുമോ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മൾ നമ്മുടെ സ്പോൺസറുമായിട്ടും ഒക്കെ സംസാരിച്ചതിന് ശേഷവും നമുക്ക് നിൽക്കുകയാണെങ്കിൽ ചില പ്രശ്നങ്ങൾക്ക് നമ്മൾ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഭയം ഉണ്ട്, എന്താക്കിയ സൈക്കാട്രിക് മരുന്നുകൾ നമ്മളെ ഭ്രാന്തന്മാരാകുമോ. അതൊക്കെ ഒരുപാട് പണ്ടാണ്. ഇന്ന് ഏറ്റവും മിടുക്കന്മാരായ പുതിയ സൈക്കാട്രിയിലൊക്കെ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒന്നാന്തരം മരുന്നുകളുണ്ട്. അതിന് സഹായം തേടുന്നതിൽ യാതൊരു തെറ്റുമില്ല. ആൽക്കഹോളിക്സ് ആയ ആളുകൾക്ക് വരാവുന്ന 2 പ്രധാനപ്പെട്ട മെഡിക്കൽ ഇഷ്യൂസ് എന്ന് പറയുന്നത്, ഒന്ന് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി നമുക്ക് വരാൻ വളരെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നമ്മളിൽ പലർക്കും അതുണ്ട്, നമ്മൾ പലരും അത് അറിയുന്നില്ല. അത് നമ്മൾക്ക് ഡിപ്രഷൻ ഉണ്ടാക്കും, നമുക്ക് നെഗറ്റിവിറ്റി ഉണ്ടാക്കും, ഒക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി. അപ്പോൾ വൈറ്റമിൻ ഡി ഒന്ന് ചെക്ക് ചെയ്തിട്ട് നമുക്ക് വൈറ്റമിൻ ഡി കുറവുണ്ടെങ്കിൽ അതിന് സാഷേസ് കൊണ്ട് പാലിൽ കലക്കി കുടിക്കാവുന്നതാണ്. ഞാൻ കഴിച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും മാസത്തിൽ 1 or 2 ഒക്കെ കഴിച്ചോ എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കഴിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. അത് കഴിക്കുമ്പോൾ നമുക്ക് വൈറ്റമിൻ ഡി ഇമ്പ്രൂവ് ആവും. നമ്മൾ വെയിൽ കൊള്ളുന്നത് നമുക്ക് നല്ലതാണ്. അപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കൂടി കഴിഞ്ഞാൽ നമുക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന സംഗതി കുറയും. അത് നമുക്ക് ഡിപ്രഷൻ കുറയും. അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്യുന്നത് ഈ പ്രശ്നങ്ങളുള്ളവർ നല്ലതായിരിക്കും. നോർമൽ ആണ്, ഒരു കുഴപ്പമില്ല. നോർമൽ അല്ലെങ്കിൽ ടാബ്ലറ്റ്സ് ഉണ്ട്, സാഷേസ് ഉണ്ട്, എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ നമുക്ക് അത് നിർത്താൻ പറ്റും. രണ്ടാമത്തെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ലിത്തിയം എന്ന് പറയുന്ന സംഗതി. ഞാൻ ഒരിക്കലും എൻ്റെ ഒരു സുഹൃത്ത് മരിച്ചു എന്ന് കണ്ടപ്പോൾ KK റോഡ്, കോട്ടയം കുമളി റോഡ് KK റോഡിന്റെ സൈഡിൽ ഇരുന്ന് അങ്ങ് പൊട്ടിക്കരഞ്ഞു. സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടുത്ത സുഹൃത്തൊന്നുമല്ല, സുഹൃത്തിന്റെ സുഹൃത്താ. അത്രമാത്രം കരയേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിൽ ഞാനിങ്ങനെ അമിതമായിട്ട് വൈകാരിക പ്രകടനം നടത്തും. അങ്ങനെ ഇരിക്കുകയാണ് എന്നോട് ഒരു സൈക്കാട്രിയിൽ ഒരു ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ലിത്തിയം, കാരണം ഡോക്ടറോട് ഞാനൊരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമിതമായി കരഞ്ഞു. അമിതമായി കരയേണ്ട കാര്യമൊന്നും ഇല്ലാത്തൊരു കാര്യം തന്നെ ഞാൻ കരഞ്ഞു. അങ്ങനെ എൻ്റെ 2-3 പ്രകടനം കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ലിത്തിയം ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ഞാൻ എൻ്റെ ലിത്തിയം ലെവൽ ടെസ്റ്റ് ചെയ്തപ്പോൾ എൻ്റെ ലിത്തിയം ലെവൽ വളരെ വളരെ താഴെയായിരുന്നു. ലിത്തിയം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിൽ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റിനെ നിലനിർത്താൻ വേണ്ടി നമുക്ക് നമ്മുടെ തലച്ചോറിന് ആവശ്യമായിട്ടുള്ള ഒരു കെമിക്കലാണ്. അത് നമ്മുടെ ശരീരത്തിൽ വളരെയധികം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി പോകും. അതായത് നമ്മൾ കരയേണ്ടത് കൂടുതൽ കരയും, ദേഷ്യപ്പെടേണ്ടത് കൂടുതൽ ദേഷ്യപ്പെടും, ഡിപ്രഷൻ ആവേണ്ടത് കൂടുതൽ ഡിപ്രഷൻ ആവും, നമ്മൾ സന്തോഷിക്കേണ്ടത് കൂടുതൽ സന്തോഷിക്കും. അതായത് നമ്മുടെ വൈകാരിക സന്തുലനാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഒരു കെമിക്കലാണ് ലിത്തിയം. അതിന്റെ ടെസ്റ്റ് എല്ലാ ലബോറട്ടറികളിലും ഇല്ല, കുറച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ലബോറട്ടറികളിലേ ഉള്ളൂ. പക്ഷെ എന്നാലും ഒരുവിധം ഡീസൻ്റായ കേരളത്തിലൊക്കെ ആണെങ്കിൽ DDRC മുതലായ ഒരുവിധം കേൾവി കേട്ട ലാബുകളിൽ അവർക്ക് എല്ലാവർക്കും ഇല്ല. പക്ഷെ ഏത് ശാഖ കൊടുത്താലും അവർ അവരുടെ ആ ടെസ്റ്റ് ഉള്ള ശാഖ കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നമുക്ക് തരും. വലിയ ചിലവൊന്നും ഉള്ള ഒരു ടെസ്റ്റും അല്ല. അപ്പൊ ലിത്തിയം ലെവൽ നോർമൽ അല്ലെങ്കിൽ അത് നോർമൽ ആക്കുന്നത് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് താഴെയാണെങ്കിൽ ലാബിൽ നിന്ന് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അതുമായിട്ടൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ലിത്തിയം ലെവൽ നേരെയാക്കാനുള്ള ലളിതമായ ഗുളികളുണ്ട്. അതൊന്നും ജീവിതകാലം മുഴുവനൊന്നും കഴിക്കണ്ട. 2-3 പ്രാവശ്യം കൂടി ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത് കയറി വരുന്നത് കാണാം. പക്ഷെ അത്ഭുതകരമായിട്ട് ഇത് കയറുന്നതനുസരിച്ച് നമ്മുടെ ഇമോഷണൽ ലെവൽ മാറുന്നത് നമുക്കും അറിയാൻ പറ്റും. അത്ഭുതകരമാണ്. ഇത് വളരെ നമുക്ക് നേരിട്ട്, ഞാൻ എൻ്റെ ജീവിതം അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ലിത്തിയം ഗുളിക എന്തെങ്കിലും കഴിച്ച ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ നേരത്തെ ദേഷ്യപ്പെടുന്നില്ല, നേരത്തെ അമിതമായി സന്തോഷിക്കുന്നില്ല. ഏറ്റവും പെടുന്ന ഡിപ്രഷന്റെ കാര്യത്തിലാണ്. നമുക്ക് ഒരു തിരിച്ചടി, ഒരു വിഷമം ഉണ്ടാകുമ്പോൾ മുമ്പുണ്ടായത്ര വിഷമം നമുക്ക് ഉണ്ടാവുന്നില്ല. ഇത് നോർമൽ ആകുന്നതനുസരിച്ച് നമ്മുടെ ഇമോഷണൽ ലെവൽ കയറി വരുന്നത് കാണാം. ഡോക്ടർ അതിനനുസരിച്ച് മരുന്ന് കുറച്ച് കൊണ്ടുവരികയും ചെയ്യും. അപ്പൊ ലിത്തിയം ലെവലും ഈ വൈറ്റമിൻ ഡി ലെവലും ആൽക്കഹോളിക്സുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 2 കെമിക്കലുകളാണ് ശരീരത്തിലുള്ളത്.
ഈ 2 കെമിക്കലുകൾ നോർമൽ ആണെങ്കിൽ നമ്മൾ അമിതമായ വൈകാരികതയിലേക്ക് പോകാതിരിക്കുകയും നമ്മൾ അത് പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാതിരിക്കും, നമ്മളെ അടുത്തൊരു കുടിയിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനുള്ള ഒരു സാധ്യതയും കൂടെ ഉണ്ട്. അപ്പൊ ഹാൾട്ട് എന്നതുപോലെ തന്നെ ബുക്കിന് പുറത്തുള്ള മറ്റൊരു കാര്യമാണ് ഈ ലിത്തിയത്തിന്റെയും വൈറ്റമിൻ ഡിയുടെയും വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടാവാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതും ഇതുള്ള ആളുകൾ ഞങ്ങളുടെ എറണാകുളത്ത് തന്നെ ഞാൻ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പം പലരും ഒരു 3-4 പേരെങ്കിലും ലിത്തിയം ടാബ്ലറ്റ്സ് എടുക്കുകയും അവർ നല്ല സൈക്കോളജിസ്റ്റിനെ കാണുമ്പോഴാണ് അവർ ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത്. ഞാൻ ഇതിനു മുമ്പ് കേരളത്തിൽ കേൾവി കേട്ട 4 സൈക്കാട്രിസ്റ്റുകളുടെ അടുത്ത് മദ്യത്തിൽ നിന്ന് വിമുക്തിക്ക് വേണ്ടി ചികിത്സിക്കപ്പെട്ടിട്ടുണ്ട്. അവരാരും എന്നോട് ഇതൊന്നും ചെയ്യാൻ പറഞ്ഞില്ല. ഒരാൾ എൻ്റെ വലിയ സുഹൃത്തും വലിയ കേൾവി കേട്ട ഡോക്ടർ അദ്ദേഹം പോലും എന്നോട് സുഹൃത്തെ നിങ്ങളുടെ ലിത്തിയം ലെവൽ ഒന്ന് ടെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞില്ല. പക്ഷെ അവസാനത്തെ ഒരു ഡോക്ടർക്ക് സംശയം തോന്നുന്നു. ഡോക്ടർ നോക്കിയപ്പോഴാണ് ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത്. ഇത് വളരെ താഴെയായിരുന്നു എന്ന് മനസ്സിലായതും എൻ്റെ ഒരുപാട് ഇത് നേരത്തെ കണ്ടുപിടിച്ചിരുന്നില്ല. എൻ്റെ ഒരുപാട് വൈകാരിക സംഘർഷങ്ങളിൽ നിന്ന് സന്ത്രാസങ്ങളിൽ നിന്നൊക്കെ എനിക്ക് മോചനം കിട്ടുകയും ചെയ്യുമായിരുന്നു നേരത്തെ കണ്ടെത്തിയിരുന്നു. അപ്പോൾ വേറെയും ഒരുപാട് കെമിക്കലുകൾ കാണാൻ എനിക്കറിയത്തില്ല. എൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടത് ഞാൻ പിന്നീട് പങ്കുവച്ചപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ആയിട്ടുള്ള മറ്റ് സഹകുടിയന്മാർ പറഞ്ഞു തന്നിട്ട് അവരും സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളത് ഈ 2 കെമിക്കലുകളാണ്, വൈറ്റമിൻ ഡിയും ലിത്തിയവും. ഇത് രണ്ടും നോർമൽ ആണെങ്കിൽ നമുക്ക് ഒരുപാട് വൈകാരിക സൗഖ്യം ലഭിക്കും. അത് വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാവുന്ന ഒരു കാര്യമാണ്, ഡോക്ടറുടെ സഹായത്തോടെ മാത്രം. തനിച്ച് ചികിത്സിക്കാൻ പറ്റുന്ന കാര്യമില്ല. മൂന്നാമത് ഈ ഹാൾട്ടും ഈ മരുന്നുകളും കഴിഞ്ഞിട്ട് മൂന്നാമത് എനിക്ക് പറയാനുള്ള എന്നെ ഒരുപാട് ആശയക്കുഴപ്പത്തിലാക്കിയിട്ടുള്ള ഒരു പ്രശ്നമാണ് വായന. ഞാൻ ഒരുപാട് ഈ ഫിലോസഫിക്കൽ ബുക്കുകൾ വായിക്കുന്ന ഒരാളായിരുന്നു. ഫിലോസഫിക്കൽ ബുക്കുകൾ നമ്മൾ വായിക്കുമ്പം അത് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷവും തുടർന്ന് പോകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പല ഫിലോസഫികളും ഈ പറയുന്ന ഫിലോസഫിക്കൽ ബുക്കുകളുമായി ചേർന്ന് പോകില്ല. അങ്ങനെ വരികയും എൻ്റെ ഈ രണ്ടാമത്തെ എൻ്റെ ഈ പ്രശ്നമുണ്ടല്ലോ, ഈ രണ്ടാമത്തെ അത് ആദ്യത്തേതിനകത്ത് കൊണ്ട് ഞാൻ എൻ്റെ ഈ സ്ലിപ്പുകൾക്കകത്ത് ഈ പുസ്തകങ്ങൾക്കും കുറച്ച് പ്രശ്നമുണ്ട്. ഞാൻ ഇത്തരം ഈ ഫിലോസഫിക്കൽ പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുകയും ആൽക്കഹോളിക്സ് അനോണിമസിൽ നിന്ന് വളരെ വ്യത്യസ്തമായ എതിരായ ഒരുപാട് ഫിലോസഫികൾ ഇതിൻ്റെ അകത്ത് ഇത്തരം പുസ്തകങ്ങൾ പറയും. ഇത്തരം പുസ്തകങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവ നമ്മളുടെ ഈ വൈകാരിക പ്രശ്നം നമുക്ക് ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ അഗാധമായി ഇത്തരം പുസ്തകങ്ങൾ നമ്മളെ സ്പർശിക്കുകയും ഈ പുസ്തകങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന ഒരു വലിയ ബുദ്ധിശാലികളായതുകൊണ്ട് ഇവരുടെ ബൗദ്ധികമായ സ്വാധീനത്തിന്റെ വലയത്തിൽ വീണ് ഇവരുടെ ബൗദ്ധിക അടിമകളായി മാറും. നമ്മൾ ഇവര് നമ്മളെ ബൗദ്ധിക അടിമകളാക്കി മാറ്റും. നമ്മളുടെ ഈ വൈകാരികമായ അസന്തുലനാവസ്ഥ അതിന് ഒരു വളം വെക്കുകയും ചെയ്യും. അല്പം കഴിയുമ്പോൾ ഇവര് പറയുന്നതാണല്ലോ ശരിയെന്നും നമ്മൾ വായിച്ചിട്ടുള്ള മറ്റ് പ്രിൻസിപ്പിൾസ് ഒക്കെ എതിരാണെന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ബുക്കിലെ ചില പ്രിൻസിപ്പിളുകളെയും പല കാര്യങ്ങളെയും തന്നെ നമ്മൾ ചോദ്യം ചെയ്തു തുടങ്ങും. അപ്പൊ എന്തിനാണ് ഏയുടെ ബിഗ് ബുക്ക് വായിക്കുന്നത്? അതിൻ്റെ അകത്ത് ഇന്ന പ്രശ്നമുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ഇത് ശരിയല്ലോ, 5-ാം പടി ശരിയല്ലോ, 8-ാം പടി ശരിയല്ലോ, ഇങ്ങനെയൊക്കെ നമുക്ക് തോന്നാൻ തുടങ്ങും നമ്മുടെ മറ്റ് വായനകൾ. അതുകൊണ്ട് നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസ് വന്നിട്ട് പ്രത്യേകിച്ച് തുടക്കകാലത്തെങ്കിലും അനാവശ്യമായ ഈ വലിയ വായനകൾ നിർത്തണം. എനിക്ക് പറ്റിയിട്ടുള്ള അബദ്ധമാണ്, അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ വലിയ ആഴത്തിലുള്ള വായനകൾക്കൊന്നും പോകണ്ട, സിമ്പിളായിട്ട് വായിക്കുക. ഞാൻ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് വരുന്നതിന് മുമ്പ് ഒരിക്കലും ഒരു ചലച്ചിത്ര മാസികകൾ വായിക്കുവോ, ഈ പൈങ്കിളി നോവലുകൾ എന്ന് പറയുന്നത് വായിക്കുവോ, കുട്ടികളുടെ പ്രസിദ്ധീകരണങ്ങൾ കുഞ്ഞിതി വായിച്ചിട്ടുള്ളത് പിന്നെ വായിക്കുവോ, ലളിതമായ ആത്മീയ മാസികളൊക്കെ ഇല്ലേ, അങ്ങനത്തെ വായിക്കുക ഒന്നും ചെയ്യണം. എനിക്ക് ഇതിനോടൊക്കെ എന്തോ ഒരു നിസ്സാര സാധനം, അതൊന്നും എൻ്റെ നിലവാരത്തിന് ചേരുന്നതല്ല എന്നൊക്കെ ഒരു തോന്നലാണ്. പക്ഷേ പിന്നീട് പഴമക്കാരിൽ നിന്നും അറിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്കൊക്കെ എൻ്റെ വായന ഷിഫ്റ്റ് ചെയ്തു. വായിച്ചുകൊണ്ടിരുന്ന ആളായതുകൊണ്ട് വായിക്കാതിരിക്കാൻ പറ്റിയല്ല. അപ്പൊ ഞാൻ എൻ്റെ വായന ഈ എന്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു? സിനിമ മാസികകൾ, അങ്ങനത്തെ ഈ പൈങ്കിളി എന്ന് നമ്മൾ പറയുന്ന മനോരമ വാരിക, ഇങ്ങനത്തെ വാരികകൾ, അങ്ങനത്തെ ലളിതമായ ഇന്റർവ്യൂകളൊക്കെ വരുന്ന മലയാളം വാരിക, അങ്ങനെയൊക്കെയുള്ള മാസികകളിലേക്ക് എൻ്റെ വായനയെ ഞാൻ ഷിഫ്റ്റ് ചെയ്തപ്പം ഈ ശ്രീരാമകൃഷ്ണ മിഷന്റെ ഒക്കെ പ്രബോധനം, അങ്ങനത്തെ കുറച്ച് മാസികകളൊക്കെ ഉണ്ട്. വളരെ ലളിതമായ ഇതൊക്കെ പറയുന്നത് വലിയ ആത്മീയതയിലേക്ക്, ആഴത്തിലേക്കും തത്വശാസ്ത്രത്തിലേക്കും പോകാം. ഇത്തരം വായനകളിലേക്കും കൂടി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയി. എന്ത് രസം അതിൻ്റെ അകത്തെ സിനിമയിലെ കഥകൾ, അതിന്റെ ചില്ലറ ഗോസിപ്പുകൾ, അവിടെ സിനിമ ഇറങ്ങാൻ പോകുന്നു, അവിടെ മമ്മൂട്ടി ഇങ്ങനെ പറഞ്ഞു, ഇവിടെ പൃഥ്വിരാജ് ഇങ്ങനെ പറഞ്ഞു, അവിടെ കാവ്യ മാധവൻ അങ്ങനെ പറഞ്ഞു, ദിലീപിന്റെ കൊച്ചിന് വലിയ മീനാക്ഷി എന്ന് കണ്ടോ, മഹാലക്ഷ്മി എന്ന് പേരിട്ട്, അങ്ങനെയൊക്കെയുള്ള സില്ലി ചിറ്റാറ്റ്സ് എന്ന് പറയുന്ന ആ കാര്യങ്ങളിലേക്ക് മനസ്സ് മാറ്റി കഴിഞ്ഞപ്പം മനസ്സ് കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി. വലിയ കഠിന ചിന്തകളും മനസ്സിൽ വരാതായി. മനസ്സ് കുറച്ചുകൂടി സാന്ദ്രവും സരളവും ഒക്കെ ആയി. അപ്പൊ പുസ്തകങ്ങളുടെ വായന എനിക്ക് തോന്നുന്നു സിനിമകൾ കാണുന്ന കാര്യത്തിൽ കുറച്ചുകൂടി സിമ്പിൾ ആയ ഫിലിമുകൾ കാണുക, ഒരു ഹൈലി ഫിലോസഫിക്കലായ ഹൈലി ഇൻഡെപ്ത് ആയ വായന കുറച്ച് നാളത്തേക്കെങ്കിലും മാറ്റി വെക്കുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലെ ഒരു സൗഖ്യത്തിന് കാരണമാകും എന്ന് എനിക്ക് എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. നേരെ തിരിച്ചും, അതായത് വീഴാതിരിക്കാനും
ഗുണം ചെയ്യും. സൗഖ്യത്തിന് കാരണമാവും എന്നുള്ളത് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഒരു വീഴ്ചയിലേക്ക്, ഒരു പുനർവദനത്തിലേക്ക് പോകാൻ ഇത്തരം ചില പുസ്തകങ്ങൾ നമ്മളെ നയിക്കാം. കാരണം ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രിൻസിപ്പിൾസിനെ നന്നായി ചോദ്യം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള, അല്ലെ നമ്മളെ ഭയങ്കര സ്വാധീന വലയത്തിലാക്കാൻ പറ്റുന്ന തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട്. അത്തരം ഫിലോസഫിക്കൽ പുസ്തകങ്ങളിലേക്കൊക്കെയുള്ള വായന, അത്ര ഗഹനമായ വായനയിലേക്ക് പോകാതിരുന്നാൽ നമുക്ക് കുറച്ചുകൂടെ സൗഖ്യത്തിനകത്ത് കിട്ടുമെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സമയം ഒരുപാടായി. ഇതാണ് പ്രധാനമായിട്ട് 3 കാര്യങ്ങൾ. ഒന്ന് ഹാൾട്ട് സംബന്ധിച്ചും, 2 മരുന്നുകളുടെ ഇതിനെ സംബന്ധിച്ചും. മരുന്നുകളെ പറ്റി പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രക്രിയയുണ്ട്. അതെന്താണ്? നമ്മുടെ ശരീരത്തിൽ നമ്മൾ ദീർഘകാലം മദ്യപിച്ച് കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിലും നമ്മുടെ ശരീരത്തിലൊക്കെ ആൽക്കഹോളിനോട് ഉള്ള ഒരു ഡിപ്പെൻഡൻസി, നമ്മുടെ തലച്ചോറിലും ഇതിനൊക്കെ ആൽക്കഹോളിനോട് ഉള്ള ഒരു ഫിസിക്കൽ ഡിപ്പെൻഡൻസി ഉണ്ടാവും. ഫിസിക്കൽ ഡിപ്പെൻഡൻസി, ആ ഫിസിക്കൽ ഡിപ്പെൻഡൻസിനെ ഒഴിവാക്കുന്ന ഒരു ചികിത്സയാണ് ഡീടോക്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഒരു 15 ദിവസം, 20 ദിവസം, 11 ദിവസം, പല ആശുപത്രികളിലും പല രീതിയിലാണ്. മിക്കവാറും ആശുപത്രികളൊക്കെ 11 ദിവസം, 15 ദിവസം കൊണ്ടാണ് ഈ ഡീടോക്സിഫിക്കേഷൻ ചികിത്സകൾ എടുക്കുന്നത്. ഒരു ഡീടോക്സിഫിക്കേഷൻ ചികിത്സ എടുത്ത ശേഷം ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വന്നാൽ ആൽക്കഹോളിക്സ് അനോണിമസിലൂടെയുള്ള സൗഖ്യത്തിന് കുറച്ചും കൂടി വേഗത കൂടും. കാരണം നമ്മുടെ ശരീരത്തിൽ മദ്യത്തിനോടുള്ള ശാരീരികമായ ആസക്തിനെ നമ്മൾ ഒഴിവാക്കിയതിന് ശേഷമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് വരുന്നത്. ഒരു ഡീടോക്സിഫിക്കേഷൻ, ഇനി നമ്മുടെ സുഹൃത്തുക്കളായിട്ടാണെങ്കിലും ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വരാൻ, സ്റ്റിൽ സഫറിംഗ് ആയിട്ടുള്ള ആൽക്കഹോളിക്സിനെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർ വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു ഡീടോക്സിഫിക്കേഷൻ ചികിത്സ എടുത്തിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വരാമെങ്കിൽ അവരുടെ സൗഖ്യത്തിന്റെ വേഗത കൂടും. ഇങ്ങനെയൊന്നും അല്ലാതെ പറയുന്നതും ചിന്തിക്കുന്നതുമായ ആളുകളുണ്ട്. അവരെ ഞാൻ ഒരിക്കലും നിരാകരിക്കുന്നില്ല. അങ്ങനെ കഴിയുന്ന ആളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇതൊന്നുമില്ലാതെ സ്വിച്ചിട്ട പോലെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ട് ഭയങ്കരമായി കുടി കുടിച്ചിട്ട്, എന്നെ പോലെയൊക്കെ മഹാ കുടി കുടിച്ചിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് സ്വിച്ചിട്ട പോലെ കുടി നിർത്തി നല്ല സുന്ദരമായിട്ട് 10, 15, 20, 25 വർഷമായ ആളുകളുണ്ട്. അങ്ങനെയുള്ളവരുണ്ട്, അങ്ങനെ അല്ലാത്തവരുണ്ട്. എന്നെ പോലെയൊക്കെ ദുർബലരായ ആളുകളെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. എനിക്കൊക്കെ അത് വലിയ ബുദ്ധിമുട്ടാണ്. ചികിത്സയുടെ ഒക്കെ സഹായത്തോടു കൂടിയാണ് ഞാൻ ഇതിലേക്കൊക്കെ വന്നതും വീണതിന് ശേഷം തിരിച്ചു കയറിയതും ഇതുപോലെ തന്നെ ചികിത്സകളുടെയൊക്കെ സഹായത്തോടു കൂടിയാണ്. എന്നെ പോലെയുള്ള ആളുകൾക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ഇങ്ങനെ അല്ലാത്ത ആളുകളുണ്ട്, അവർക്കും പറ്റും. അങ്ങനെയല്ല ഇതിന്റെ ആവശ്യമില്ലെന്ന് പറയുന്ന ആളുകളുണ്ട്, അതും ശരിയാണ്. ഇതിന്റെ ആവശ്യമില്ലാതെ വരാൻ പറ്റുന്ന ഒരുപാട് പേരുണ്ട്. സ്വിച്ച് ഇട്ട പോലെ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. പക്ഷെ ഇതൊക്കെ ഒരു വിഭാഗം ആളുകൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വന്നാൽ ഒരു ഗുണം കിട്ടും. പിന്നീട് ഉള്ള മരുന്നുകളെ പറ്റി ആണ് പറഞ്ഞത്. പിന്നീട് കഴിഞ്ഞ് പുസ്തക വായനയും അഗാധമായി സിനിമ കാണലുകളും ഭയങ്കര താത്വിക ചർച്ചകളും ഭയങ്കരമായ ഈ ഫിലോസഫിയും ഒക്കെ നമ്മുടെ എങ്ങനെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രിൻസിപ്പിളുകളിൽ നിന്ന് മാറ്റാൻ ഉള്ള അപകടം അതിനകത്തുണ്ട്. അതുകൊണ്ട് അതിൽ നിന്ന് കുറെ നാളത്തെങ്കിലും വിട്ടു നിൽക്കുന്നത് എങ്ങനെ നമ്മുടെ വിടുതലിന് സഹായിക്കും എന്നീ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി പറയുന്നത്. ഒരു പീഡനമായി പോയോ എന്ന് എനിക്കറിയത്തില്ല. ആയെങ്കിൽ സദയം ക്ഷമിക്കണം. എന്നെ ഇതിലേക്ക് ക്ഷണിച്ച ഷിബുവിനോ ഉണ്ണിക്കോ ഒന്നും അതിൻ്റെ അത് ഇതില്ല. ഞാനിങ്ങനെ ഒരു കൃത്യമായിരിക്കും ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് യാതൊരു മനസ്സറിവും ഇല്ലായിരുന്നു. അതിന്റെ ഉത്തരവാദിത്വം എനിക്ക് മാത്രമാണ്. എന്തായാലും ഇങ്ങനെ സംസാരിക്കാൻ ഒരു അവസരം തന്നത് എനിക്കും സന്തോഷം തോന്നുന്നു. ഇത്ര നേരം സംസാരിച്ച് കഴിയുമ്പോൾ സന്തോഷം തോന്നുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ആൾ.